Good afternoon, ma'am. Good afternoon. Good afternoon. എല്ലാവരും പുതിയ ചാപ്റ്റർ എടുത്തിട്ടുണ്ടാവും അല്ലെ? ട്രാൻസ്ഫർ പേഷ്യന്റ് ആണ് നമ്മൾ എടുക്കേണ്ട പുതിയ ടോപ്പിക്. അപ്പോ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ട്രാൻസ്ഫർ പേഷ്യന്റ് എടുത്ത എല്ലാവരും നമുക്ക് എല്ലാവർക്കും അറിയാം, രോഗികളെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അല്ലെ ചിലപ്പോഴൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് വേറെ ഹോസ്പിറ്റലിലേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്യും. അത് സാധാരണ രീതിയിൽ എന്തിനാ അങ്ങനെ നമ്മളിങ്ങനെ കൈമാറ്റം ചെയ്യുന്നത്? രോഗിയെ മറ്റൊരു ഹോസ്പിറ്റലിലേക്കൊക്കെ കൊണ്ടുപോകുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഹോസ്പിറ്റലിലേക്ക് നമ്മൾ കൊണ്ടുപോകാറുണ്ട് അല്ലെ, വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാറുണ്ട്. ചിലപ്പോഴൊക്കെ വീടുകളിലേക്ക് ചിലപ്പോൾ മരുന്നിനോടൊക്കെ പ്രതികരിക്കാതെ വരുമ്പോൾ ഡോക്ടേഴ്സ് വീടുകളിലേക്ക് പറഞ്ഞു വിടാറുണ്ട്. അത് പേഷ്യന്റിന്റെ പ്രധാനമായിട്ടും നമുക്കറിയാം എന്തിനു വേണ്ടിയിട്ടായിരിക്കും വേറൊരു ഹോസ്പിറ്റലിലേക്കൊക്കെ കൊണ്ടുപോകുന്നത്. തീർച്ചയായിട്ടും എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ബെറ്റർ ട്രീറ്റ്മെന്റിന്, നല്ലൊരു ചികിത്സയ്ക്ക് അല്ലെ, തുടർ ചികിത്സയ്ക്ക് വേണ്ടി തന്നെയാണ് മറ്റു ഹോസ്പിറ്റലിലേക്കൊക്കെ രോഗിയെ കൊണ്ടുപോകുന്നത് അല്ലെ. എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കൺസിഡറേഷൻ, അതായത് ഇപ്പൊ ഒരു നമ്മളൊരു ഡയഗ്നോസിസ് ചെയ്യുമ്പോൾ അല്ലെ, രോഗനിർണയം നടത്തി കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ ചില സ്പെഷ്യൽ ഡിപ്പാർട്ട്മെന്റില് അല്ലെ ബേസ് ചെയ്തിട്ട് ഒരു ക്യാൻസർ പേഷ്യന്റൊക്കെ ആണെന്ന് കാണുകയാണെങ്കിൽ നല്ലൊരു ട്രീറ്റ്മെന്റിന് അത് സൗകര്യമുള്ള ഹോസ്പിറ്റലിലേക്കൊക്കെ ചേഞ്ച് ചെയ്യും. അപ്പൊ നമുക്കറിയാം ബെറ്റർ ട്രീറ്റ്മെന്റ് ആണ് അവിടെ പ്രധാനമായിട്ടും എയിം ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു ഹോസ്പിറ്റലിലേക്കൊക്കെ കൊണ്ടുപോകുമ്പോൾ കുറെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അല്ലേ. അത് അങ്ങനെ കൊണ്ടുപോകുമ്പോൾ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾക്കറിയാം. രോഗികളൊക്കെ ഹോസ്പിറ്റലിൽ ട്രീറ്റ് ചെയ്യാനായിട്ട് കൊണ്ടുപോകുമ്പോൾ ചില ഹോസ്പിറ്റലിലേക്കൊക്കെ ചില അർജന്റ് കേസുകളിലൊക്കെ കൊണ്ടുപോകേണ്ട അവസ്ഥകളൊക്കെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും അല്ലെ, എക്സ്പീരിയൻസ് ഉണ്ടാവും. അപ്പൊ സാധാരണയായിട്ട് അതുമായി ബന്ധപ്പെട്ട മാറ്റേഴ്സ് തന്നെയാണ് ഇത് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ. നമുക്ക് നോക്കാം എന്താണ് ദ ഇൻട്രാ ആൻഡ് ഇന്റർ ഹോസ്പിറ്റൽ പേഷ്യന്റ് ട്രാൻസ്ഫർ ഈസ് ആൻ ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ഓഫ് പേഷ്യന്റ് കെയർ which is often handled to enhance the existing management of the patient. എന്താണ് ഇൻട്രാ ആൻഡ് ഇന്റർ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്? പേഷ്യന്റിനെ നമുക്ക് ചിലപ്പോഴൊക്കെ ഒരു ഹോസ്പിറ്റലിൽ തന്നെയുള്ള വേറെ ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെ മാറ്റാറുണ്ട് അല്ലേ. അങ്ങനെയൊക്കെ സംഭവിക്കാറില്ലേ? ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഇതില് നമ്മുടെ ഡയഗ്നോസിസും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ റിസൾട്ടുകൾ കണ്ടെത്തി കഴിയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിലേക്ക് ഈ വ്യക്തിയെ മാറ്റാറുണ്ട്. അതല്ലെങ്കിൽ ഇപ്പോ നമ്മളൊരു ജനറൽ വാർഡിലുള്ള പേഷ്യന്റിനെ ഇച്ചിരി കൂടി രോഗാവസ്ഥ കൂടുകയാണെങ്കിൽ നമ്മൾ എന്താണ് ICUയിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യാറുണ്ട് ഇല്ലേ? ശരിയല്ലേ? അപ്പം അങ്ങനെയുള്ള കേസുകളെയാണ് നമ്മൾ ഇൻട്രാ അല്ലെ, നമ്മള് ഇൻട്രാ എന്നല്ല ഇന്റർ ഹോസ്പിറ്റൽ, അത് ഇന്റേണൽ ആണ്, അതായത് ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു ട്രാൻസ്ഫർ ആണ്. ഈ ഇൻട്രാ എന്ന് പറയുമ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ മാതിരി ബെറ്റർ ട്രീറ്റ്മെന്റിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പോകും. അപ്പൊ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെയാണ് പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഇന്റർ അല്ലെ, ഇന്റർ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്റേണൽ അല്ലെ, അതിന് മറ്റൊരു പേരിൽ പറയാം ഇന്റേണൽ ട്രാൻസ്ഫർ എന്ന് പറയും. ഈ മറ്റൊന്ന് പുറത്തേക്ക് അല്ലെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ അത് എക്സ്റ്റേണൽ ഹോസ്പിറ്റൽ സർവീസ് അല്ലെങ്കിൽ എന്താണ് ഇൻട്രാ ഹോസ്പിറ്റൽ പേഷ്യന്റ് ട്രാൻസ്ഫർ എന്ന് പറയും. ഓക്കെ, ക്ലിയർ അല്ലേ? അത് മിക്കപ്പോഴും ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് തന്നെ ചോദിക്കാറുണ്ട്. ഇന്റർ ഹോസ്പിറ്റൽ സർവീസ് ആണോ, ഇൻട്രാ ആണോ, അല്ലെങ്കിൽ എന്താണ് എക്സ്റ്റേണൽ ആണോ? അപ്പൊ എല്ലാത്തിന്റെയും ആ ഒരു ലോജിക്ക് മനസ്സിലാക്കി വെക്കുക. ഇൻട്രാ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ആണ്, അതായത് പുറത്തേക്ക് മറ്റു പ്ലേസിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ അത് ഇൻട്രാ അല്ലെ, ഇൻട്രാ ട്രാൻസ്ഫർ ആണ്. അതേസമയം ഇന്റർ എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെ അല്ലെ, ഏതെങ്കിലും ചിലപ്പോ വാർഡിൽ നിന്ന് ICUയിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്കോ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ അത് ഇന്റർ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ എന്ന് പറയാം. ഓക്കെ, ആ ഒരു ഇതാണ് ആ ഒരു ഫസ്റ്റ്. അല്ല, ഇൻട്രാ അല്ല വിതിൻ ദ മീനിങ് വരുന്നത്, അത് ഇന്റർ ഹോസ്പിറ്റൽ എന്നാണ്. ഇൻട്രാ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ആണ്. അത് നോട്ട് ചെയ്ത് തന്നെ പോകാം.
അപ്പൊ നോക്കാം ആ സെന്റൻസിൽ എന്താണ് മീൻ ചെയ്യുന്നത്. നമുക്കറിയാം അവിടുത്തെ മാനേജ്മെന്റ് സിസ്റ്റം അല്ലെ, അത് അവരുടെ കൺട്രോള് ഇച്ചിരിയും കൂടി നല്ലതാവാൻ വേണ്ടി അവിടുത്തെ രീതിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ പേഷ്യന്റിന് ഇച്ചിരി കൂടി കെയർ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മൾ മറ്റൊരു ഹോസ്പിറ്റലിൽ സർവീസ് ആഗ്രഹിക്കുന്നത് അല്ലെ. അത് തന്നെയാണ് പറയുന്നത് ദ ഇൻട്ര ആൻഡ് ഇന്റർ ഹോസ്പിറ്റൽ പേഷ്യന്റ് ട്രാൻസ്ഫർ ഈസ് ആൻ ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ഓഫ് പേഷ്യന്റ് കെയർ which is often handled to enhance the existing management of the patient. അവിടെയുള്ള ആ വ്യാപകമായിട്ടുള്ള കൺട്രോളിൽ നിന്ന് അല്ലെ, ആ ശുശ്രൂഷയിൽ നിന്ന് വ്യത്യസ്തമായി ഇച്ചിരി കൂടി കെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണയായിട്ട് പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. It may involve carrying a patient with the same facility for any diagnostic procedure or shift to another facility with more well-developed care. അത് തന്നെയാണ് വീണ്ടും മീൻ ചെയ്ത് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? കൂടുതൽ അല്ലെ, നല്ല ഒരു സൗകര്യപ്രദമായ കെയർ കിട്ടാൻ അല്ലെ, ഇച്ചിരി കൂടി നല്ല കെയർ കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തിരി കൂടി സൗകര്യപ്രദമായ ഹോസ്പിറ്റലിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. അത് സാധാരണയായിട്ട് ഡയഗ്നോസ്റ്റിക് ഒക്കെ അല്ലെ, നമ്മുടെ രോഗനിർണയം നടത്തിയതിനു ശേഷവും ആകാം, എങ്കിൽ കൂടി എവിടെയാണെങ്കിലും അല്ലെ, ഹോസ്പിറ്റലിന്റെ അകത്ത് തന്നെയാണെങ്കിലും അല്ലെങ്കിൽ പുറത്തേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിലും അവിടെ ഉദ്ദേശിക്കുന്നത് ഇച്ചിരി കൂടി കെയർ കിട്ടുക എന്നുള്ളതാണ്. As the transfer of a sick patient may produce various physiological changes which may negatively affect the prognosis of the patient. നമുക്ക് അറിയാവുന്ന ഒരു ടോപ്പിക് ആയതുകൊണ്ടാണ് ഇത്തിരി സ്പീഡ്. നമുക്ക് ഒരു ഇന്നത്തെ ക്ലാസ് വലിയ കുഴപ്പമില്ലാതെ തന്നെ മൂവ് ചെയ്യാൻ പറ്റും, കാരണം നമുക്ക് അറിയാവുന്ന ഭാഗങ്ങളൊക്കെ തന്നെയാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ ഒരു ഇച്ചിരിയും കൂടി സ്ലോ ആയിട്ട് പഠിപ്പിക്കേണ്ടതായിട്ട് വരും, കാരണം അതില് ഇച്ചിരിയും കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന രീതികളൊക്കെ ഉണ്ട്. ഇത് നാച്ചുറലി നമുക്ക് എല്ലാവർക്കും അറിഞ്ഞു പോകാവുന്ന, അതായത് ഒരു പേഷ്യന്റിനെ നമ്മൾ മനസ്സിലേക്ക് തന്നെ കൊണ്ടുവന്നാൽ അറിയാം അവരെ എന്തുകൊണ്ടാണ് ICUലേക്ക് അഡ്മിറ്റ് ചെയ്യേണ്ടി വരുന്നത്, അതല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് എന്തുകൊണ്ടാണ് കൊണ്ടുപോകേണ്ട അവസ്ഥ വരുന്നത്. അത് നാച്ചുറലി നമുക്ക് അല്ലെ മനസ്സിലാക്കാവുന്നത് തന്നെയാണ്. എന്നാലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചു പോവുക, അല്ലെങ്കിൽ എന്നോടൊപ്പം തന്നെ മൂവ് ചെയ്യുക. മിസ്സേ, നമ്മൾ ഇന്റർ സ്കൂൾ എന്നൊക്കെ പറയുമ്പോഴേ 2 സ്കൂളുകൾ എന്നൊക്കെയല്ലേ, അപ്പൊ ഇന്റർ എന്ന് പറയുമ്പോഴല്ലേ 2 എന്ന് പറഞ്ഞ മീനിങ് വരുന്നേ, ഇൻട്ര എന്ന് പറയുമ്പം ഇൻസൈഡ് എന്നുള്ള അർത്ഥമല്ലേ വരുന്നേ? ഇന്റർ അതിലെ 2 ഇതുണ്ട്, ഇൻട്ര ആൻഡ് ഇന്റർ ഹോസ്പിറ്റൽ അല്ലെ. അതൊന്ന് ആ ഒരു സെന്റൻസ് വായിച്ചു നോക്കിയത്, ഇൻട്ര ആൻഡ് ഇന്റർ ഹോസ്പിറ്റൽ. അപ്പൊ ഇന്റർ ഹോസ്പിറ്റൽ, അപ്പൊ ഇൻട്ര എന്ന് പറയുമ്പോഴല്ലേ ഇൻസൈഡ് ദ ഹോസ്പിറ്റൽ വരുന്നത്, ഇന്റർ എന്ന് പറയുമ്പോഴല്ലേ 2 ഹോസ്പിറ്റൽ അങ്ങനെ വരുന്നതെന്ന് ചോദിച്ചേ. ഇതില് എക്സാക്ട് മീനിങ് എടുത്ത് നോക്കിയാൽ നമുക്കറിയാം ഇൻട്ര എന്ന് പറയുന്നത് അല്ലെ എക്സ്റ്റേണൽ എന്നുള്ള ഒരു മീനിങ് തന്നെയാണ് കാണിച്ചു തരുന്നത്. ഇന്റർ എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിന്റെ ഉള്ളിലുള്ള ഒരു മീനിങ് ആണ് കാണിച്ചു തരുന്നത്. കേസ് എന്തെങ്കിലും റെഫർ ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഞാൻ നോക്കിയിട്ട് പറയാം എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടോ എന്നുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് നമ്മൾ കണ്ടെത്തിയത് അല്ലെ, നമ്മള് മനസ്സിലാക്കിയെടുത്തോളം നമുക്കറിയാം. ജസ്റ്റ് മനസ്സിലാക്കാം, എന്തായാലും ഇന്റേണൽ ആണെങ്കിലും എക്സ്റ്റേണൽ ആണെങ്കിലും പേഷ്യന്റിന് നല്ലൊരു കെയർ കിട്ടുക എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ്. ഇനി അതിലെ പ്രധാനമായിട്ടും ഇന്റർ ഹോസ്പിറ്റൽ സർവീസ് എന്ന് പറയുമ്പോൾ അതിന്റെ ഉള്ളിൽ തന്നെയുള്ള മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഉള്ളിൽ തന്നെയുള്ള ട്രാൻസ്ഫർ ആണ്. എക്സ്റ്റേണൽ ആ മീനിങ് ആ വേർഡിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിലാണെങ്കിൽ മനസ്സിലാക്കിയെടുക്കുക. ഇന്റേണൽ എന്ന് പറയുമ്പോൾ ഉള്ളിൽ തന്നെയുള്ള ട്രാൻസ്ഫർ. എക്സ്റ്റേണൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പുറത്തേക്ക് അല്ലെ, ആ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്നതാണ്. ഇവിടെ മറ്റൊരു ക്ലാസ്സിലും ഇങ്ങനെ തന്നെ ഒരു പോയിന്റ് വരുന്നുണ്ട് കേട്ടോ, ഇൻട്രാമ്യൂറൽ ഫംഗ്ഷൻ ആൻഡ് ഇന്റർമ്യൂറൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു. അവിടെയും ഈ ഒരു മീനിങ് തന്നെയാണ് വരുന്നത്, ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെയുള്ള പ്രവർത്തനം അല്ലെങ്കിൽ എന്തിന്റെയെങ്കിലും ഉള്ളിലുള്ള പ്രവർത്തനങ്ങൾ പുറത്തേക്കുള്ള പ്രവർത്തനം നോക്കാം. അപ്പൊ ആ ഒരു രീതി നിങ്ങൾ മനസ്സിലാക്കി എടുക്കാം. പേഷ്യന്റിനെ സംബന്ധിച്ച് ഉള്ളിൽ തന്നെ ഉള്ള ട്രാൻസ്ഫർ ഉണ്ടാവാം, പുറത്തേക്കും ട്രാൻസ്ഫർ ഉണ്ടാവാം എന്നുള്ളത്. പ്രധാനമായിട്ടും ആ രോഗിയുടെ അല്ലെ വെല്ലായിട്ടുള്ള കെയർ കിട്ടുവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രാൻസ്ഫർ നടത്തിക്കൊണ്ട് പോകുന്നത്. എന്താണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്? ദ മെയിൻ എയിം ഇൻ ഓൾ സച്ച് ഷിഫ്റ്റിംഗ് ഈസ് ടു മെയിൻറ്റെയിൻ ദ കണ്ടിന്യൂറ്റി ഓഫ് മെഡിക്കൽ കെയർ. അപ്പൊ നമ്മൾ കണ്ടു അല്ലെ, എപ്പോഴും ആ ഒരു തുടർച്ചയായ നല്ലൊരു ചികിത്സ ആ ഒരു രോഗിക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ട്രാൻസ്ഫർ കൊണ്ട് മെയിൻ എയിം എന്ന് പറയുന്നത്. മെയിൻ എയിം എന്ന് പറയുമ്പോൾ ലക്ഷ്യം അല്ലെ, ആ ഒരു ലക്ഷ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ പോയിന്റ് നോട്ട് ചെയ്ത് പോവുക. ദ മെയിൻ ഇൻ ഓൾ സച്ച് ഷിഫ്റ്റിംഗ് ഈസ് ടു മെയിൻറ്റെയിൻ ദ ഡാഷ് ഓഫ് മെഡിക്കൽ കെയർ, കണ്ടിന്യൂറ്റി ഓഫ് മെഡിക്കൽ കെയർ, തുടർച്ചയായ ചികിത്സ ലഭിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. As the transfer of a sick patient may produce
various physiological changes which may negatively affect the prognosis of the patient. അതായത് നമുക്കറിയാം ചിലപ്പോഴൊക്കെ ഈ പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ രോഗനിർണയമൊക്കെ കണ്ടുപിടിച്ചിട്ടൊക്കെ ആയിരിക്കും ഷിഫ്റ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ആ ഷിഫ്റ്റ് ചെയ്യുന്ന മാത്രമേ തന്നെ ചിലപ്പോൾ അവർക്ക് വേറെ രോഗം കൂടി വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലെ. നമുക്കറിയാം ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് രോഗാവസ്ഥയിൽ തന്നെ ആംബുലൻസിനൊക്കെ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ആ പോണ മാത്രമേ ചിലപ്പോൾ വല്ല ശ്വാസമുട്ടൊന്നും ഇല്ലാത്തൊരു പേഷ്യന്റ് ആയിരിക്കാം. പക്ഷെ അതില് അല്ലെ ട്രാവല് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ചില അസുഖങ്ങളൊക്കെ വരാനായിട്ട് സാധ്യത കൂടുതലാണ് അല്ലെ. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസസ് ആണെങ്കിൽ അവർക്ക് അതിൻ്റെതായ കെയർ കൊടുക്കാതെ നമുക്കൊരിക്കലും ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ളതാണ്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. As the transfer of a sick patient may produce various physiological changes which may negatively affect the prognosis of the patient. It should be instituted safe transfer consists of a decision to transfer and communication. Pre-transfer stabilization and preparation choosing the appropriate mode of transfer, that is a land transfer or air transport, personnel going along with the patient, equipment and monitoring needed in the post transfer, and finally the documentation and handover of the patient at the receiving facility. ഒരു വലിയ സെന്റൻസ് ആണ്. അപ്പൊ നമുക്കറിയാം ഇങ്ങനെ ഒരു ചാൻസ് അല്ലെ ഒരു പേഷ്യന്റിനെ മറ്റൊരു പ്ലേസിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെ ഒരു പ്രോബ്ലംസ് വരാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ അവിടെ ആവശ്യമാണ് അല്ലെ. നമുക്കറിയാം ഒരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്യും അല്ലെ. രോഗിയുടെ റിലേറ്റീവ്സ് ഒക്കെ ആയിട്ട് കൺസൾട്ട് ചെയ്തിട്ടാണ് തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്, ശരിയല്ലേ? അവരെ രോഗിയെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകണേക്ക് മുമ്പ് ഡോക്ടർ അല്ലെ അവരൊക്കെ ആയിട്ട് കൺസൾട്ട് ചെയ്യുക. അപ്പൊ അവര് അങ്ങനെ കൺസൾട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ അവര് കൈകാര്യം ചെയ്യും അല്ലെ. അവര് ആ ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു തരികയൊക്കെ ചെയ്യും. അതിൽ പ്രധാനമായിട്ടും വരുന്ന കുറെ കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രീ ട്രാൻസ്ഫർ സ്റ്റെബിലൈസേഷൻ ആൻഡ് പ്രിപ്പറേഷൻ. രോഗിയെ നമ്മള് പേഷ്യന്റിന്റെ കണ്ടീഷൻ അല്ലെ, അത് തന്നെയാണ് ആ പോയിന്റിൽ പറയുന്നത്. എന്താണ് ആ പേഷ്യന്റ് ഇപ്പൊ എത്രത്തോളം എങ്ങനെയാണ് അല്ലെ, അവരുടെ കണ്ടീഷൻ എന്താണ്, എന്തൊക്കെ തയ്യാറെടുപ്പുകൾ ഈ ഒരു ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് എടുക്കേണ്ടതുണ്ട്. ദെൻ ചൂസിങ് ദ അപ്രോപ്രിയേറ്റ് മോഡ് ഓഫ് ട്രാൻസ്ഫർ. അതെന്താ ഉദ്ദേശിക്കുന്നത്? ചൂസിങ് ദ അപ്രോപ്രിയേറ്റ് മോഡ് ഓഫ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ അതായത് ഏത് രീതിയിലാണ് ഈ വ്യക്തിയെ ട്രാൻസ്ഫർ, ഏത് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫർ, ഏത് തരത്തിലുള്ള ട്രാൻസ്ഫർ ആണ് വേണ്ടത്. നമ്മൾ ലാൻഡ് ട്രാൻസ്പോർട്ട് വേണോ, എയർ ട്രാൻസ്പോർട്ട് വേണോ, അത്രയും അർജന്റ് കേസ് ആണോ, അല്ലെങ്കിൽ നമുക്ക് താങ്ങാവുന്ന ഫിനാൻഷ്യലി ആ ഒരു രീതിയും കൂടിയൊക്കെ നോക്കിയിട്ടൊക്കെ ആയിരിക്കും ഈ ഒരു തീരുമാനത്തിലേക്കൊക്കെ എത്തുന്നത് അല്ലെ. അപ്പൊ അതനുസരിച്ചിട്ട് ഏത് തരത്തിലുള്ള ട്രാൻസ്ഫർ ആണെന്ന് ആലോചിക്കും. then എന്താണ് പേഴ്സണൽ ഗോയിങ് അലോങ് വിത്ത് ദ പേഷ്യന്റ്. അതെന്താ പറയുന്നത്? ആരൊക്കെയാണ് ഈ പേഷ്യന്റിനോടൊപ്പം വേണ്ടി വരുന്നത് അല്ലെ. ചിലപ്പോ ചില സാഹചര്യങ്ങൾ അറിയാം നമുക്ക് അതിനോടൊപ്പം തന്നെ നഴ്സുമാരും അല്ലെ, മോണിറ്ററിംഗ് മെഷീൻസ് കുറെ കാര്യങ്ങളൊക്കെ അതിനോടൊപ്പം തന്നെ അത് നിയന്ത്രിക്കേണ്ട അല്ലെ വ്യക്തികൾ കൂടി ആഡ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതല്ലെങ്കിൽ പേഷ്യന്റ് റിലേറ്റീവ്സ് മാത്രമൊക്കെ ആയിട്ട് ട്രാൻസ്ഫർ നടത്താറുണ്ട്. അപ്പൊ എങ്ങനെയാണ് അല്ലെ പേഴ്സണൽ ഗോയിങ് അലോങ് വിത്ത് ദ പേഷ്യന്റ്, പേഷ്യന്റിനോടൊപ്പം ആര് പോകണം. എക്യുപ്മെന്റ്സ് ആൻഡ് മോണിറ്ററിംഗ് നീഡഡ് ഇൻ ദ കോഴ്സ് ഓഫ് ട്രാൻസ്ഫേർഡ് അല്ലെ. അതേമാതിരി തന്നെ എന്തൊക്കെ എക്യുപ്മെന്റ് ഈ ഒരു ട്രാൻസ്ഫോർമേഷനോടൊപ്പം വഹിക്കേണ്ടതുണ്ട്. അതല്ലെങ്കിൽ എന്താണ് തീർച്ചയായിട്ടും അത് മോണിറ്റർ ചെയ്യേണ്ട വല്ല മെഷീൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, അതായത് കൃത്യമായിട്ട് തന്നെ ഹേർട്ട് ബീറ്റും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തേണ്ട മെഷീൻ കൂടി അതൊക്കെ നിരീക്ഷിച്ചാണ് കൊണ്ടുപോകുന്നതെങ്കിൽ അതിന് ആവശ്യമായ കാര്യങ്ങളെല്ലാം. Then finally the documentation and handover of the patient at the receiving facility. അതായത് അവിടെ അല്ലെ അവിടെ സ്വീകരിക്കാനായിട്ട് നമുക്കറിയാം ഏത് ഹോസ്പിറ്റലിലേക്കാണോ ആ ഹോസ്പിറ്റലിലേക്ക് അവർക്ക് ലഭിക്കത്തക്ക വിധത്തിലുള്ള ഡോക്യുമെന്റേഷൻ എന്തൊക്കെ കാര്യങ്ങളല്ലേ, എന്തൊക്കെ ഡയഗ്നോസിസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിന്റെയൊക്കെ റിസൾട്ട് കാര്യങ്ങളൊക്കെ അവർക്ക് അതിനനുസരിച്ചിട്ടുള്ള എഴുതി തയ്യാറാക്കിയ രേഖാമൂലമുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് അല്ലെ റിസീവിംഗ് ഏരിയയിലേക്ക് ഹാൻഡ് ഓവർ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ പേഷ്യന്റിനെ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ വേണം. അതോടൊപ്പം തന്നെ എന്താണ് ഏത് തരത്തിലുള്ള ട്രാൻസ്ഫർ ആണെന്നുള്ളത് നിശ്ചയിക്കേണ്ടതുണ്ട്. ദെൻ എന്താണ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ആരാണ് അല്ലെ കമ്പനി ചെയ്യേണ്ടത്, ഇവരോടൊപ്പം പോകേണ്ടത്, എന്തൊക്കെ എക്യുപ്മെന്റ്സ് വേണം, അല്ലെങ്കിൽ മോണിറ്ററിംഗ് മെഷീൻസ് എന്തെങ്കിലും ഉണ്ടോ,
അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇതിനോടൊപ്പം തന്നെ തീരുമാനത്തിൽ എത്തിക്കേണ്ടതുണ്ട് എന്നുള്ളത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഫസ്റ്റ് പാരഗ്രാഫ്. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പോകാം. ക്ലിയർ അല്ലേ? നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ ട്രാൻസ്ഫർ എന്താന്നുള്ള കാര്യം മനസ്സിലാക്കി. അതുമായി ബന്ധപ്പെട്ട് അല്ലെ നമുക്ക് എന്തെങ്കിലും രോഗിയെ കൊണ്ടുപോകേണ്ടതുണ്ടെങ്കിൽ അത് ഏത് രീതിയിലാണെന്നുള്ള കാര്യം ജസ്റ്റ് മനസ്സിലാക്കി. ഡെഫിനിഷനിലേക്ക് നോക്കുമ്പോൾ ട്രാൻസ്ഫർ is defined as preparing patient, completing request records and shifting patient to another department within the hospital or to other hospital or home. നമുക്കറിയാം സാധാരണ രീതിയിൽ അല്ലെ ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഹോസ്പിറ്റലിനുള്ളിൽ തന്നെയുള്ള ട്രാൻസ്ഫർ നടക്കാം. ഒപ്പം തന്നെ പുറത്തേക്ക് മറ്റേതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം. ഇൻ കേസ് രോഗി മരുന്നിനോടൊന്നും പ്രതികരിക്കുന്നില്ല എങ്കിൽ പിന്നെ എന്താ പറയാ ഡോക്ടേഴ്സ്, മരുന്നിനോടൊന്നും പ്രതികരിക്കുന്നില്ല എന്നൊക്കെ ഉണ്ടായെങ്കിൽ അല്ലെ നമുക്കറിയാം ഏജ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് ഒക്കെ ആണെങ്കിൽ അവർ ഒരുപാട് നാള് ഹോസ്പിറ്റലിലേക്ക് കിടത്തേണ്ട ഒരു അവസ്ഥയൊക്കെ പ്രത്യേകിച്ച് അല്ലെ നമ്മൾക്ക് ഒരു പ്രോഗ്രസും കാണിക്കുന്നില്ലെങ്കിൽ ഡോക്ടേഴ്സ് ചിലപ്പോഴെങ്കിലും രോഗിയുടെ കസിൻസിനോടൊക്കെ പറയും എന്താന്നുള്ളത് പറയാറ് വീട്ടിലേക്ക് കൊണ്ടുപോകാം. ഓക്കെ, ആ ഒരു രീതിയിൽ അല്ലെ ഹോമിലേക്ക് കൊണ്ടുപോകാം എന്നുള്ളത് അത് ഒരു ട്രാൻസ്ഫർ തന്നെയാണ്. അപ്പൊ ഈ ഇത്തരത്തിലുള്ള രീതിയിൽ ട്രാൻസ്ഫറീസ് അതിനെ നമ്മൾക്ക് മനസ്സിലാക്കാൻ ട്രാൻസ്ഫറിന്റെ നിർവചനത്തിൽ പറയുന്നത് എന്താണ്? കംപ്ലീറ്റിംഗ് റിക്വസ്റ്റ് റെക്കോർഡ്സ് ആൻഡ് ഷിഫ്റ്റിംഗ് പേഷ്യന്റ് ടു അനദർ ഡിപ്പാർട്ട്മെന്റ്. അതായത് ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട റിക്വസ്റ്റുകൾ അല്ലെ അതുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം അതെല്ലാം കറക്റ്റ് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒരു ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെയോ അതല്ലെങ്കിൽ പുറത്തേക്കോ വീട്ടിലേക്കോ പറഞ്ഞയക്കുന്ന രോഗിയെ പറഞ്ഞയക്കുന്ന ഒരു രീതിയെയാണ് നമ്മൾ ട്രാൻസ്ഫർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഡെഫിനിഷനും പറഞ്ഞ ആ ഒരു പാരഗ്രാഫ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് എന്താണ്? പർപ്പസ് അല്ലെ. പർപ്പസിൽ നമുക്ക് നോക്കാം ഇതിന്റെ ഉദ്ദേശ്യം എന്താണ്. നമ്മൾ കണ്ടു അല്ലെ, ഫസ്റ്റ് തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് എന്താണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് എന്തെന്ന് അല്ലെ. പ്രധാനമായിട്ടും ഒരു പുറത്തുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള ട്രാൻസ്ഫറിലൊക്കെ പ്രധാനമായിട്ടും ബെറ്റർ ട്രീറ്റ്മെന്റ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പൊ അത് വ്യത്യസ്ത രീതിയിൽ നോക്കാം. ടു ഗെറ്റ് നെസസറി ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആൻഡ് പ്രൊസീജിയർ. നമുക്കറിയാം രോഗനിർണയങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അല്ലെ ഏതെങ്കിലും ചിലപ്പോ ഒരു ഹോസ്പിറ്റലിലെ ഫെസിലിറ്റി കൊണ്ട് അവർക്ക് രോഗം എന്താന്ന് കണ്ടെത്താനായിട്ട് സാധിക്കാതെ വരുമ്പോൾ അല്ലെ അതിന്റെ നടപടികൾക്കൊക്കെ കൊണ്ട് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്ന് തീർച്ചയായിട്ടും ഡോക്ടേഴ്സ് പറയും ഇങ്ങനെ ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് നിർദ്ദേശിക്കും. നെക്സ്റ്റ് എന്താണ്? ടു പ്രൊവൈഡ് ട്രീറ്റ്മെന്റ് ആൻഡ് നഴ്സിംഗ് കെയർ. മാത്രം തന്നെ അല്ലെ നല്ലൊരു ട്രീറ്റ്മെന്റ് അല്ലെ നഴ്സിംഗ് കെയറും ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നല്ലൊരു ട്രീറ്റ്മെന്റും അല്ലെങ്കിൽ ശുശ്രൂഷ കെയർ ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുപോകാം. ഇപ്പൊ വീട്ടിലേക്കാണെങ്കിൽ നമുക്കറിയാം പ്രത്യേകിച്ച് മെഡിസിൻസ് ഒന്നും റിയാക്ട് ചെയ്യുന്നില്ലെങ്കിൽ അവരുടെ ഒരു പരിചരണവും അല്ലെ വീട്ടുകാരുടെ ഒക്കെ ഒരു സാധന വാക്കുകളൊക്കെ ഇച്ചിരി കൂടി രോഗിക്ക് ആശ്വാസം ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഇത് കിട്ടാൻ വേണ്ടിയിട്ട് അതല്ലെങ്കിൽ എന്താണ് നല്ലൊരു നഴ്സിംഗ് കെയർ. എന്നാൽ നമുക്കറിയാം ഒരു വാർഡിൽ നിന്ന് ഐസിയുലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് അവിടെ കൂടുതൽ നഴ്സുമാരുടെ അല്ലെ എല്ലാ മോണിറ്ററിംഗ് സംവിധാനത്തോടു കൂടിയിട്ടാണ് നോക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ട്രീറ്റ്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ്? ടു പ്രൊവൈഡ് സ്പെഷ്യലൈസ്ഡ് കെയർ. അതായത് ഒരു സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് അല്ലെ നമുക്കറിയാം ഒരു ഡയഗ്നോസിസ് കഴിയുമ്പോൾ
ഇന്ന പേഷ്യന്റ് ആണ് അല്ലെ, അത് ന്യൂറോളജിയുമായി ബന്ധപ്പെട്ടതാണ് അല്ലെങ്കിൽ നെഫ്രോളജി വിഭാഗത്തിലുമായി ബന്ധപ്പെട്ട ട്രീറ്റ്മെന്റ് ആണ് അവർക്ക് കൊടുക്കേണ്ടതെങ്കിൽ നമുക്കറിയാം ആ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇവരെ ഷിഫ്റ്റ് ചെയ്യും അല്ലെ. അപ്പൊ അത്തരത്തില് ഒരു സ്പെഷ്യൽ കെയർ കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ് ടു പ്ലേസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ യൂട്ടിലൈസേഷൻ ഓർ അവൈലബിൾ പേഴ്സണൽ ആൻഡ് സർവീസസ്. അതായത് നമുക്ക് അല്ലെ നമ്മള് കൂടുതലായിട്ട് ഒരു വ്യക്തിപരമായി നോക്കുകയാണെങ്കിൽ അവർക്ക് നല്ലൊരു സേവനം അല്ലെങ്കിൽ ഇച്ചിരി കൂടി നല്ല ഉപയോഗപ്രദമായിട്ടുള്ള രീതിയിൽ തന്നെ നല്ലൊരു സേവനം കാഴ്ചവെക്കാനായിട്ട് മറ്റൊരു പ്ലേസിൽ കിട്ടുമെങ്കിൽ ആ ഒരു മോസ്റ്റ് ആയിട്ട് സൂട്ടബിൾ ആയിട്ടുള്ള സ്ഥലം അതാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു രീതിയിലേക്കും ട്രാൻസ്ഫർ നടത്താം. എന്താണ് ടു മാച്ച് സെവറിറ്റി ഓഫ് നഴ്സിംഗ് കെയർ ബേസ്ഡ് ഓൺ പേഷ്യൻസ് ലെവൽ ഓഫ് നീഡ്സ് ആൻഡ് പ്രോബ്ലംസ്. അതായത് പേഷ്യന്റിന്റെ പ്രോബ്ലം അല്ലെങ്കിൽ ആവശ്യം എന്താണെന്നുള്ളത് അതിന്റെ ആ ലെവല് അല്ലെ, അത് നോക്കിക്കഴിയുമ്പോൾ അതിന് പ്രധാനമായിട്ടും ഈ ഒരു ചികിത്സ മാത്രം പോരാ, മറ്റൊരു ചികിത്സയും കൂടി ആവശ്യമായിട്ട് വരുമെന്ന് ഡോക്ടേഴ്സിന് അല്ലെ അവർക്ക് എല്ലാവർക്കും ബോധ്യമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ലെവലിലേക്ക് തന്നെ ഇവരെ കൺസിഡർ ചെയ്യും അല്ലെ, ആ ഒരു ലെവലിലേക്ക് ട്രീറ്റ്മെന്റിനായിട്ട് കൊണ്ടുപോകാനായിട്ട് ആവശ്യപ്പെടും. അതിന് വ്യത്യസ്ത രീതിയിൽ പേഷ്യന്റിന്റെ ആ ഒരു നിലവാരം അനുസരിച്ചിട്ടാണ് അവർക്ക് ബെറ്റർ കെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് പൊതുവായിട്ട് നമ്മൾ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അത് തന്നെയാണ് ഇതിന്റെ ഉദ്ദേശം എന്നുള്ള ഒരു ഹെഡിങ്ങിൽ വന്നിരിക്കുന്നത്. ജസ്റ്റ് വായിച്ചു നോക്കാം. ഓക്കെയാണ്. അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോവാം. കാരണം സിമ്പിൾ ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ തന്നെയാണ്. ഞാൻ എന്താണ് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ദ പേഷ്യന്റ് നമ്മൾ നേരത്തെ കണ്ട ഒരു സംഭവം തന്നെയാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. എന്താണ് എത്ര തരത്തിലുള്ള ട്രാൻസ്ഫർ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്? അറിയോ ഏതൊക്കെ തരത്തിലുള്ള ട്രാൻസ്ഫർ ഉണ്ട്? രണ്ട് തരത്തിലുള്ള ട്രാൻസ്ഫർ ഉണ്ട്. ഏതാണ്? ഇന്റേണൽ ട്രാൻസ്ഫർ ഉണ്ട്, എക്സ്റ്റേണൽ ട്രാൻസ്ഫർ. ഇന്റേണൽ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ട്രാൻസ്ഫർ ആണ്. ദെൻ എക്സ്റ്റേണൽ എന്ന് പറയുമ്പോൾ എന്താണ്? പുറത്തേക്ക് അല്ലെ, വേറെ ഏതെങ്കിലും പ്ലേസിലേക്ക്. അത് തന്നെയാണ് ഇവിടെ മീൻ ചെയ്യുന്നത്. ഈ ഒരു ഭാഗവും കൃത്യമായിട്ട് തന്നെ നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കുക. കാരണം ചിലപ്പോഴെങ്കിലും ഇന്റർ ട്രാൻസ്ഫർ ആണോ ഇപ്പൊ പറയാം, ജനറൽ പാർട്ട് ഞാൻ ആ പോയിന്റ് വിവരിച്ചു വരാം. ടു ട്രാൻസ്ഫർ ദ പേഷ്യന്റ് ഇൻ ദ യൂണിറ്റ് that provides a special care or care used suited to his requirements, example from general ward to ICU. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഒരു വാർഡിൽ നിന്നാൽ ഇച്ചിരി കൂടി രോഗമൂർധന്യാവസ്ഥയിലൊക്കെ എത്തുമ്പോൾ തീർച്ചയായിട്ടും ICUയിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യും. അവർക്ക് ഒരു സ്പെഷ്യൽ കെയർ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള ഒരു പേഷ്യന്റിന്റെ ട്രാൻസ്ഫറെ നമ്മൾ എന്തെന്ന് പറയും? വാർഡിൽ നിന്ന് ICUയിലേക്കൊക്കെ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെയാണ്. ഇൻ കേസ് നമ്മൾ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്കും ഒക്കെ ഇന്റർ ട്രാൻസ്ഫർ ആണ്, ഇന്റേണൽ ആണ്. അത് നമ്മൾ മനസ്സിലാക്കി തന്നെ പഠിക്കുക. ഇത്തരത്തിലോ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെയുള്ളത് ആ എക്സാമ്പിൾസ് ഒക്കെ നോക്കുമ്പോഴും മനസ്സിലാക്കി എടുക്കുക. ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ വിതിൻ ദ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു ട്രാൻസ്ഫർ ആണെങ്കിലെല്ലാം എന്താണ്? അത് ഇന്റേണൽ ട്രാൻസ്ഫർ ആണ്. അതേസമയം പുറത്ത് അല്ലെ, സിമ്പിൾ ആണ്, അത് മനസ്സിലാക്കി എടുത്താൽ മതി. To transfer the patient from one hospital to another hospital for the purpose of special care. That example from general hospital to specialized hospital, cancer center. അതായത് നമ്മള് അല്ലെ പുറത്തേക്ക് ഏതെങ്കിലും ഒരു ഇച്ചിരി കൂടി തുടർ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടൊക്കെ കൊണ്ടുപോകണം എന്ന ഡോക്ടേഴ്സ് പറയുന്നതനുസരിച്ചിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അതെല്ലാം എക്സ്റ്റേണൽ ട്രാൻസ്ഫർ ആണ് അല്ലെ. ഒരു രോഗനിർണയം നടത്തിയതിനു ശേഷം നമുക്കൊരു ക്യാൻസർ സെന്ററിലേക്കാണ് കൊണ്ടുപോകേണ്ടതെന്ന് തീരുമാനിച്ചാൽ അത് ഏത് തരത്തിലുള്ള ട്രാൻസ്ഫർ ആണ്? എക്സ്റ്റേണൽ ട്രാൻസ്ഫർ ആണ്, ഇന്റേണൽ ട്രാൻസ്ഫർ അല്ല എന്നുള്ളത് ജസ്റ്റ് അറിയാവുന്നതാണ്. കണ്ടിന്യൂ ചെയ്യാലോ. എന്താണ് നമ്മൾ നേരത്തെ കണ്ട പോയിന്റ്സ് തന്നെയാണ് ഇതിൽ റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അതായത് ഇന്റേണൽ ട്രാൻസ്ഫറിന്റെ പ്രത്യേകത ട്രാൻസ്ഫർ വിത്തിൻ ദ ഫെസിലിറ്റി അല്ലെ, ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെയുള്ള ഫെസിലിറ്റിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പൊ അവിടെ എന്താണ് ചെയ്ത് നോക്കാം? ചെക്ക് ദ ഡോക്ടേഴ്സ് ഓർഡർ ഫോർ എ ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ്, റിട്ടൺ ഡിക്ലറേഷൻ ഇസ് റിക്വയർഡ് ഫ്രം ദ ഡോക്ടർ. ഇന്റേണൽ ആണെങ്കിലും അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആണെങ്കിലും അവിടെ മസ്റ്റ് ആയിട്ടും എന്താണ്? ഡോക്ടർ ഡിക്ലറേഷൻ അല്ലെ, ഡിക്ലെയർ ചെയ്യണം ഈ വ്യക്തിയെ ട്രാൻസ്ഫർ ചെയ്യണം എന്നുള്ളത്. അത് മസ്റ്റ് ആയിട്ടും റിട്ടൺ ആയിട്ട് തന്നെ അല്ലെ ആ ഡോക്ടർ എഴുതി തന്നെ തയ്യാറാക്കേണ്ടതുണ്ട്.
തീർച്ചയായിട്ടും ഈ വ്യക്തിയെ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ എക്സ്റ്റേണൽ ആയിട്ട് ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത്. അപ്പൊ ഫസ്റ്റ് എന്നുള്ളത് ചെക്ക് ദ ഡോക്ടേഴ്സ് ഓർഡർ ഫോർ ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ്. രോഗിയെ മാറ്റുന്നതിന് ഡോക്ടറിന്റെ അല്ലെ ഉത്തരവ് പരിശോധിക്കുക. അത് മസ്റ്റായിട്ട് പരിശോധിച്ചിട്ട് ആണ് സാധാരണയായിട്ട് എക്സ്റ്റേണൽ ആണോ ഇന്റേണൽ ആണോ അതനുസരിച്ചിട്ട് പേഷ്യന്റിനെ മാറ്റിയത്. എന്താണ് intimate the patient and relatives to be free from anxiety. ആൻസൈറ്റി എന്ന് പറയുമ്പോൾ ഉത്കണ്ഠ അല്ലെ. അവർക്ക് ഇങ്ങനെയുള്ള പേഷ്യന്റ് പെട്ടെന്ന് ICUയിലേക്കൊക്കെ മാറ്റുക അല്ലെങ്കിൽ പെട്ടെന്ന് ഈ ഹോസ്പിറ്റലിൽ സൗകര്യം പോരാ പെട്ടെന്ന് വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം എന്ന് പറയുമ്പോൾ എന്താണ് അവിടെ മസ്റ്റായിട്ടും ആ ഒരു പേഷ്യന്റിന്റെ റിലേറ്റീവ്സിന് ഒരു ഉത്കണ്ഠ ഉണ്ടാവും അല്ലെ. അത് പരമാവധി അല്ലെ അതിനെ മുക്തമാക്കാനായിട്ട് ബന്ധുക്കളെയും ഒന്ന് പരമാവധി പറഞ്ഞ് മനസ്സിലാക്കുന്ന രീതിയിൽ തന്നെ അവരെ അറിയിക്കേണ്ടതുണ്ട്. അതാണ് പറയുന്നത് ഇന്റിമേറ്റ് ദ പേഷ്യന്റ് ആൻഡ് റിലേറ്റീവ്സ് ടു ബി ഫ്രീ ഫ്രം ആൻസൈറ്റി. ഉത്കണ്ഠ ഇല്ലാത്ത രീതിയിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത്. ഇന്റിമേറ്റ് ദ വാർഡ് സിസ്റ്റർ വേർ ദ പേഷ്യന്റ് ഈസ് ട്രാൻസ്ഫേർഡ്. ഇങ്ങനെ പേഷ്യന്റിനെ കൊണ്ടുപോവുകയാണെങ്കിൽ അതിന്റെ വാർഡുമായി ബന്ധപ്പെട്ട സിസ്റ്ററിനെ കൃത്യമായിട്ട് അറിയിക്കേണ്ടതുണ്ട്. എന്താണ് ചെക്ക് ദ ചാർട്ട് ഫോർ ദ കംപ്ലീറ്റ് റെക്കോർഡിംഗ് ഓഫ് ഇമ്പോർട്ടന്റ് സയൻസ് നഴ്സിംഗ് കെയർ ആൻഡ് ട്രീറ്റ്മെന്റ് എക്യുപ്മെന്റ്. നമ്മള് അവർക്ക് അല്ലെ അവരെ കൊണ്ടുപോയിട്ട് മറ്റൊരു റിസീവിംഗ് ഏരിയയിലേക്ക് ചെല്ലുമ്പോൾ അവർക്കും ഈ വ്യക്തി എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് എടുത്തേക്കുന്നത് അതൊക്കെ വായിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പരിശോധനകളുടെ റിപ്പോർട്ടുകൾ അല്ലെ റെക്കോർഡിങ്സ് ഒക്കെ അതെല്ലാം ചെക്ക് ചെയ്യാം. സൈനൊക്കെ കൃത്യമായിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. അതേമാതിരി തന്നെ നഴ്സുമാരുടെയും അല്ലെ അവര് നഴ്സുമാരാണെങ്കിലും ഏതൊക്കെ രീതിയിലാണ് അവര് പരിചരണവും മരുന്നൊക്കെ കൊടുത്തിരിക്കുന്നത് എന്നുള്ള അവരുടെ റിപ്പോർട്ടുകളെല്ലാം തന്നെ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. എന്താണ് gather the patient's X-ray, medicine and other belongings. അതായത് ഇപ്പൊ പേഷ്യന്റ് വല്ല എക്സ്റേകളൊക്കെ എടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോ മെഡിസിൻ ഒക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ബിലോങ്സ് എന്ന് വെച്ചാൽ മറ്റ് വസ്തുക്കൾ അല്ലെ അതെല്ലാം ശേഖരിക്കണം. ഒരു ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് ഇതെല്ലാം ഉറപ്പുവരുത്തണം അല്ലെ. ട്രാൻസ്ഫർ ചെയ്തതിനു ശേഷം അയ്യോ ഒരു എക്സ്റേ റിപ്പോർട്ട് ഉണ്ടായിരുന്നു അത് വിട്ടുപോയി എടുക്കാനായിട്ട് അല്ലെ അവിടുന്ന് ആ സെക്ഷനിൽ നിന്നും മേടിച്ചു വെക്കാൻ വിട്ടുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെല്ലുന്ന അല്ലെ ഡോക്ടറിന്റെ മുമ്പിൽ നമുക്ക് കാണിച്ചു കൊടുക്കാനൊന്നുമില്ല അല്ലെ എവിഡൻസുകളില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രേഖകളെല്ലാം കൃത്യമായിട്ട് തന്നെ കളക്ട് ചെയ്യണമെന്നുള്ളതാണ്. Then call of the hospital diet for transfer to new ward the patient is going. അതായത് നമ്മളിപ്പോ അല്ലെ ഉള്ളിൽ തന്നെയാണെങ്കിലും വേറെ ഡിപ്പാർട്ട്മെന്റിലേക്കാണെങ്കിലും അവരുടെ ഭക്ഷണക്രമത്തില് എന്തെങ്കിലും ഡയറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ ഭക്ഷണങ്ങൾ ഇന്നതാണ് കഴിക്കേണ്ടത് എന്തെങ്കിലുള്ള എന്തെങ്കിലും ചാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒന്നില്ലെങ്കിൽ അത് നിർത്തേണ്ടതാണെങ്കിൽ നിർത്തി പോകുക. Call off the hospital diet or transfer to new ward the patient is going. പേഷ്യന്റ് പോകുന്നതോടൊപ്പം തന്നെ എന്താണ് അതിനോടൊപ്പം തന്നെ കൊണ്ടുപോവുക. ഇന്ന രീതിയിലാണ് പേഷ്യന്റ് ഭക്ഷണ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നതെന്ന് അവിടെയുള്ളവർക്കും അറിയാൻ വേണ്ടിയിട്ട്. നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിന്റെ വലിയ ഹോസ്പിറ്റൽ ആകുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലങ്ങളിലേക്ക് പോയാൽ തന്നെ അവരോടൊപ്പം ഇതുണ്ടെങ്കിലാണ് അവർക്ക് പെട്ടെന്ന് രോഗിയുമായി പൊരുത്തപ്പെട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. അപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റും സംഭവങ്ങളെല്ലാം തന്നെ ഇവരോടൊപ്പം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. നെക്സ്റ്റ് എന്താണ് എയ്ഡ് ദ റിലേറ്റീവ്സ് ടു ഗാദർ അതർ ബിലോങ്സ്. അതായത് അത് എയ്ഡ് എന്ന് പറഞ്ഞാൽ സഹായിക്കുക അല്ലെ. റിലേറ്റീവ്സിന് എല്ലാ സാധനങ്ങളെല്ലാം അല്ലെ അത് ഒന്നിച്ച് കളക്ട് ചെയ്ത് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് സഹായിക്കുക. എന്തെങ്കിലും പേപ്പേഴ്സ് ഒക്കെ കിട്ടാനൊക്കെ ഉണ്ടെങ്കിൽ അല്ലെ അതൊക്കെ വിളിച്ചു ചോദിച്ച് എല്ലാവർക്ക് ഒന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് തയ്യാറാക്കുക എന്നുള്ളത്. ദെൻ എന്താണ് മേക്ക് അറേഞ്ച്മെന്റ് ടു പേ ഓഫ് ഡ്യൂ ബിൽസ് ഇഫ് ഗോയിങ് ടു അനദർ ഹോസ്പിറ്റൽ. സോറി അനദർ ഡിപ്പാർട്ട്മെന്റ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഹോസ്പിറ്റലിനുള്ളിൽ തന്നെ ആയതുകൊണ്ടല്ലേ നമ്മൾ ട്രാൻസ്ഫർ വിത്തിൻ ദ ഫെസിലിറ്റി എന്നാ പറയുന്നത്. ഇവിടെ അനദർ ഹോസ്പിറ്റലിൽ നിന്ന് നിങ്ങൾ മീൻ ചെയ്യേണ്ട അനദർ ഡിപ്പാർട്ട്മെന്റ് അല്ലെ. നമ്മൾ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിൽ വിത്തിൻ ദ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ അതിനുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള ഡിപ്പാർട്ട്മെന്റിന്റെ എന്തെങ്കിലും പേയ്മെന്റുകളൊക്കെ ഉണ്ടാകില്ല അതെല്ലാം കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളത്. ദെൻ റെക്കോർഡ് ടൈം മോഡ് ഓഫ് ട്രാൻസ്ഫർ ആൻഡ് ജനറൽ കണ്ടീഷൻ ഓഫ് ദ പേഷ്യന്റ്. അതായത് സമയങ്ങൾ അല്ലെ നമ്മളിപ്പോ എപ്പോഴാണ് ഇവിടുന്ന് പോകാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ചിലപ്പോ വ്യക്തിയെ കൊണ്ടുപോകുന്നത്. നമുക്കറിയാം നടന്നു പോകാനായിട്ട് ചിലപ്പോൾ പേഷ്യന്റിന് വ്യക്തിന്ന് വരില്ല അല്ലെ. അപ്പൊ അത് ഏത് രീതിയിലാണെന്നുള്ളതൊക്കെ അറിയിക്കേണ്ടതുണ്ട്. Then assist in transferring risk patient to wheelchair or structure and going along with the patient to the new area. അതായത് അസിസ്റ്റ് ആരെങ്കിലും വീൽ ചെയറോ അല്ലെങ്കിൽ സ്ട്രക്ചറോ ആവശ്യമുണ്ടെങ്കിൽ അത് അസിസ്റ്റ് ചെയ്യാനുള്ള പേഴ്സണും കൂടി കൂട്ടി ആയിരിക്കണം പുതിയ ഏരിയയിലേക്ക് പോകാനായിട്ട്. Then deliver patient documents
belongings and report orally to the in charge nurse and sister. നമുക്കറിയാം മറ്റേ സ്ഥലത്തേക്ക് അല്ലെ, അവിടേക്ക് പോകുമ്പോഴും നമ്മൾ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഈ പേഷ്യന്റിന്റെ എന്താണ് അല്ലെ, ഈ പേഷ്യന്റ് എന്തൊക്കെ മെഡിസിൻ ആണ് കഴിക്കുന്നത്, ഇവരുടെ ഭക്ഷണ ക്രമത്തിൽ ഇങ്ങനെയൊക്കെയാണ്, ഇന്ന സമയമാണ് അഡ്മിറ്റ് ചെയ്തത്, ഇതിന്റെ ഇംപ്രൂവ്മെന്റും കാര്യങ്ങളൊക്കെ, ചികിത്സയുടെ ഇംപ്രൂവ്മെന്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് എന്നുള്ളതെല്ലാം അവിടെ എല്ലാ ഇൻചാർജിനെ ഓറലി തന്നെ അല്ലെ പറഞ്ഞു തന്നെ അറിയിക്കാനായിട്ട് ഉറപ്പുവരുത്തുക. Then gather the ward articles, അതായത് എല്ലാ ആർട്ടിക്കിൾസ് അല്ലെ, എല്ലാ തരത്തിലുള്ള സാമഗ്രികളും അതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ് ഒക്കെ ഗാദർ ചെയ്യാന്ന് വെച്ചാൽ ശേഖരിക്കുക. Evaluate the method for transport, inform the receiving nurse, അതായത് അവിടെയുള്ള നമ്മൾ ഏത് വാർഡിലേക്കോ ഏത് യൂണിറ്റിലേക്കാണോ പോകുന്നത് അവിടെ കൃത്യമായിട്ട് തന്നെ ഇൻഫോം ചെയ്യുക. ഈ രീതിയിലാണ് ഈ രോഗി വരുന്നത് അല്ലെ, സ്ട്രക്ചറോ അല്ലെങ്കിൽ വീൽ ചെയറോ അല്ലെങ്കിൽ നടന്നാണോ വരുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ അവരെ അറിയിക്കുക. Then maintain the patient's physical welfare during the transport to a new nursing unit, അതായത് അവരുടെ ശാരീരിക ക്ഷേമങ്ങൾ എന്തെങ്കിലും അറിയിക്കേണ്ടതുണ്ടെങ്കിൽ ആ ട്രാൻസ്ഫറുമായിട്ട് അറിയിക്കേണ്ടതുണ്ടെങ്കിൽ ആ പുതിയ നഴ്സിനെ കൃത്യമായിട്ട് തന്നെ ഇൻഫോം ചെയ്യുക. Then provide oral report about patient's condition to the receiving unit nurse, അതായത് എല്ലാ റിപ്പോർട്ട് അല്ലെ നമ്മള് ഈ പറഞ്ഞോളം ഇവിടെ എന്തൊക്കെ ചെയ്തോ അതിന്റെയൊക്കെ റിപ്പോർട്ടുകളെല്ലാം കൃത്യമായിട്ട് തന്നെ അത് കരുതി വെക്കേണ്ടതുണ്ട്. അത് റിസീവിംഗ് യൂണിറ്റിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യിക്കേണ്ടതുണ്ട്. എന്താണ്, മേക്ക് ഇറ്റ് ഷുവർ ദാറ്റ് ഓൾ ഡോക്യുമെന്റേഷൻ ഇൻക്ലൂഡിംഗ് കെയർ പ്ലാൻ ഇസ് കംപ്ലീറ്റഡ്, അതായത് എല്ലാ ഡോക്യുമെന്റ് അല്ലെ, എല്ലാ പേപ്പർ കാര്യങ്ങളെല്ലാം ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഒപ്പം തന്നെ എന്താണ്, കെയർ പ്ലാൻ അല്ലെ, ചികിത്സാപരമായിട്ടുള്ള കാര്യങ്ങൾ ഇൻ കേസ് ഈ ഒരു പുതിയ കാര്യത്തിന് വേണ്ടിയിട്ട് തുടർ ചികിത്സയ്ക്ക് ഇന്ന ട്രീറ്റ്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അപ്പൊ അത് തീർച്ചയായിട്ടും ഡോക്ടേഴ്സ് ഡിസൈഡ് ചെയ്തിട്ടുണ്ടാവും. അതെല്ലാം തന്നെ അതില് കംപ്ലീറ്റഡ് ആയിരിക്കണം എന്നുള്ളത് ആ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. Then assist the patient's arrival to the new unit, അതായത് പേഷ്യന്റിനോടൊപ്പം തന്നെ ആരെങ്കിലും അല്ലെ പുതിയ യൂണിറ്റിലേക്ക് പോകാനായിട്ട് നമുക്കറിയാം ഒരു ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹെൽപ്പോട് കൂടിയിട്ട് വീൽ ചെയറോ സ്ട്രക്ചറോ അതെല്ലാം ചെയ്തിട്ടായിരിക്കും. ചിലപ്പോൾ മിക്കപ്പോഴും ഇവരോടൊപ്പം തന്നെ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലൊക്കെ ആയതുകൊണ്ട് അതിന് ഇൻചാർജ് ആയിട്ടുള്ള പേഴ്സണെ കൂടിയായിട്ടായിരിക്കും അവിടേക്ക് ചെയ്യുന്നത്. Then എന്താണ്, ട്രാൻസ്പോർട്ട് ദ പേഷ്യന്റ് ടു എ ന്യൂ റൂം ആൻഡ് അസിസ്റ്റ് ഇൻ ട്രാൻസ്ഫറിംഗ് ടു ദ ബെഡ്, അതായത് പേഷ്യന്റ് അല്ലെ, പേഷ്യന്റിന് ചിലപ്പോ അവർക്ക് നടന്നു തന്നെ പോകാൻ പറ്റാത്ത ഒരു കാര്യമുണ്ടെങ്കിൽ അല്ലെ, ഒരു അസിസ്റ്റ് ചെയ്യേണ്ട ഒരു പേഴ്സൺ ഉണ്ടായിരിക്കും. അവര് തന്നെയായിരിക്കും ബെഡിലേക്ക് അവിടെ കൊണ്ടുവന്ന് എത്തിച്ച് ബെഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് വരേക്കും അവര് അവിടെ ഹെൽപ്പ് ചെയ്യേണ്ടതുണ്ട്. ട്രാൻസ്പോർട്ട് ദ പേഷ്യന്റ് ടു എ ന്യൂ റൂം ആൻഡ് അസിസ്റ്റ് ഇൻ ട്രാൻസ്ഫറിംഗ് ടു ദ ബെഡ്, അതായത് ബെഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് വരേക്കും അവരുടെ ഹെൽപ്പ് ഉണ്ടായിരിക്കണം. എക്സ്ചേഞ്ച് ദ ബിലോങ്ങിങ്സ്, മെഡിക്കൽ റെക്കോർഡ്സ് ആൻഡ് റിപ്പോർട്ട്സ്, അത് കൈമാറുക, അതായത് ഇവിടുന്ന് കൊണ്ടുപോയ ഏത് യൂണിറ്റിൽ നിന്നാണ് പോയത് ആ യൂണിറ്റിൽ നിന്ന് കൊണ്ടുപോയ എല്ലാ റിപ്പോർട്ട്സും സംഭവങ്ങളും എല്ലാം തന്നെ അവർക്ക് കൈമാറുക. In the new unit, procedure is similar to that admission procedure, അതായത് പുതിയ യൂണിറ്റിൽ നമ്മൾ പുതിയതായിട്ട് ഹോസ്പിറ്റലിൽ ഇൻചാർജ് ചെയ്ത് അല്ലെ വന്ന് അഡ്മിഷൻ എടുക്കുന്ന അതേമാതിരി തന്നെയാണ് ഒരു ഹോസ്പിറ്റലിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്നോ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് അഡ്മിഷൻ മാറുമ്പോഴും അല്ലെ ട്രാൻസ്ഫർ ചെയ്യുമ്പോഴും നടത്തേണ്ടത്. Then എന്താണ്, ക്ലീൻ ദ യൂണിറ്റ് where patient is admitted and keep ready for the next patient after transfer. നമുക്കറിയാം ഹോസ്പിറ്റലിൽ നിന്ന് ഒരു യൂണിറ്റിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അവരെന്താണ് അവിടെ ക്ലീൻ ചെയ്യും, അടുത്ത പേഷ്യന്റിന് വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിർത്തും അല്ലെ. അത് തന്നെയാണ് പുതിയ യൂണിറ്റിൽ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അതിനനുസരിച്ചുള്ള സജ്ജീകരണത്തോട് കൂടിയിട്ട് പേഷ്യന്റിനെ അവിടെ കയറ്റും. ദെൻ അതോടൊപ്പം തന്നെ പോയിരിക്കുന്ന പേഷ്യന്റ് അല്ലെ അവിടെ ക്ലീൻ ആക്കി നെക്സ്റ്റ് പേഷ്യന്റ് വരുന്നത് വരേക്കും അവിടെ വെയിറ്റ് ചെയ്യും. അതിനനുസരിച്ചിട്ട് അവിടെ ക്ലിയർ ആക്കി ഇടും എന്നുള്ളത്. ഇത്രയും പോയിന്റ്സ് നമുക്ക് അറിയാവുന്നത് തന്നെയാണ്. ഒരു പേഷ്യന്റിന് ഒരു ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ തന്നെയുള്ള ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. എന്തെങ്കിലും പോയിന്റ്സുകളൊക്കെ കിട്ടേണ്ടതുണ്ടെങ്കിൽ ചോദിക്കാം.
വായിച്ചു നോക്കുന്നുണ്ടോ? എന്തെങ്കിലൊക്കെ പോയിന്റുകൾ ഉണ്ടെങ്കിൽ പറയല്ലോ. എന്തെങ്കിലൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മൈൻഡിലേക്ക് കൊണ്ടുവരാൻ. ഇതെല്ലാം തന്നെ അറിയാവുന്ന പോയിന്റ്സ് ആയിരിക്കും. ഓക്കെ ആണല്ലോ അല്ലെ? വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും നാളെ ചോദിക്കാട്ടോ. ഇപ്പോഴെ തന്നെ ചോദിച്ചു പോവുക. കാരണം നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിലേക്കാണല്ലോ. നെക്സ്റ്റ് വീക്ക് ആയിരിക്കും നമ്മുടെ നെക്സ്റ്റ് ക്ലാസ് അല്ലെ? അതുകൊണ്ട് തന്നെ ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് പോകാം. ഇനി നമുക്ക് നോക്കാനുള്ളത് എക്യുപ്മെന്റ് നെസസറി ഫോർ ദ ട്രാൻസ്ഫർ ഓഫ് എ പേഷ്യന്റ്. ഓക്കെയാണ് അല്ലെ? അപ്പൊ കണ്ടിന്യൂ ചെയ്യാലോ. ഇതില് നമുക്കറിയാം, നമ്മൾ കണ്ടു അല്ലെ, ഒരു ഹോസ്പിറ്റലിൽ തന്നെയുള്ള ട്രാൻസ്ഫർ ആയതുകൊണ്ട് ഇത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഇന്നത്തെ ക്ലാസ്സുള്ള ഒരു സിമ്പിൾ ആണ്. നെക്സ്റ്റ് ക്ലാസ്സിലാണ് ഇച്ചിരി ഡിഫിക്കൽട്ട് ഉള്ളത്. അതില് നമ്മളിപ്പോ കണ്ടു എക്യുപ്മെന്റ്സിന്റെ കാര്യങ്ങളും അല്ലെ. പല ഇതുപോലെ നമ്മൾ കണ്ടായിരുന്നു. പേഷ്യന്റ് ചിലപ്പോഴൊക്കെ സ്വമേധയാ നടന്നു പോകാൻ പറ്റുന്ന പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ പ്രശ്നമില്ല. അല്ലെങ്കിൽ അവർക്ക് അതിൻ്റെതായ എക്യുപ്മെന്റ്സോട് കൂടി മാത്രമാണ് മറ്റു ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെ പോകാനായിട്ട് സാധിക്കും അല്ലെ. അപ്പൊ അത് തന്നെയാണ് ഇവിടെ വരുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? വീൽ ചെയർ ഓർ സ്ട്രക്ചർ. ചിലർക്ക് അല്ലെ വീൽ ചെയറിന്റെ ആവശ്യകത ഉണ്ടാവും. അല്ലെങ്കിൽ എടുത്തുകൊണ്ട് പോകേണ്ട അല്ലെ, കിടന്ന് ചികിത്സിക്കേണ്ട ഉള്ള പേഷ്യന്റ് ആണെങ്കിൽ അവര് സ്ട്രക്ചർ വഹിച്ചുകൊണ്ട് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകേണ്ടതുണ്ടാവും. ദെൻ ഐഡന്റിഫിക്കേഷൻ ലേബൽസ് അല്ലെ. നമുക്കറിയാം അവർക്ക് എന്തെങ്കിലും ഡോക്ടറിന്റെ അല്ലെ പരിഗണന കിട്ടാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ലേബൽസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഐഡന്റിഫിക്കേഷൻ ആയിട്ടുള്ള തിരിച്ചറിയൽ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് അവരോടൊപ്പം തന്നെ കൊണ്ടുപോകേണ്ടതുണ്ടാവും. ദെൻ പേഷ്യൻസ് ബിലോങ്ങിങ്സ്, അതായത് പേഷ്യന്റിനോടൊപ്പം അല്ലെ. ചിലരൊക്കെ ചിലപ്പോൾ ശ്വാസം വെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇൻഹേലറും സംഭവങ്ങളും അല്ലെ ഒക്കെ അവരോടൊപ്പം തന്നെ എപ്പോഴും കൂടപ്പുറപ്പായിട്ടൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള വസ്തുക്കൾ ഉണ്ടെങ്കിൽ എല്ലാം അവരോടൊപ്പം തന്നെ കൊണ്ടുപോകണം. ദെൻ എക്സ്റേസ്, ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്സ്, പേഷ്യൻസ് റെക്കോർഡ് ആൻഡ് ഫയൽസ്, അതായത് അവിടെ ട്രീറ്റ്മെന്റിൽ ഇരുന്ന സമയത്ത് ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും അല്ലെ, എല്ലാ രേഖകളും അല്ലെങ്കിൽ പരിശോധനകളുടെ റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും റെക്കോർഡുകളും ഫയലുകളും ഒക്കെ എടുക്കേണ്ടതുണ്ടെങ്കിൽ അതെല്ലാം അവരോടൊപ്പം തന്നെ കൊണ്ടുപോകണം. ദെൻ കാർഡിയാക് മോണിറ്ററിംഗ് ഇഫ് റിക്വയർഡ്. കേസ് ചിലപ്പോ അല്ലെ ആ ടൈമിലും ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോകുന്ന സമയത്തും ചിലപ്പോൾ ഹാർട്ട് ബീറ്റും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ടെങ്കിൽ അത് മോണിറ്റർ ചെയ്യേണ്ട മെഷീൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള മെഷീൻസിനോടൊപ്പം തന്നെയായിരിക്കണം ഈ പേഷ്യൻസിനെ അങ്ങോട്ട് കൊണ്ടുപോകേണ്ടത്. അതെല്ലാം നമുക്കറിയാം എക്യുപ്മെന്റുകളാണ് അല്ലെ, ഉപകരണങ്ങളാണ് അതിലെല്ലാം പെടുന്നുണ്ട്. പലതരത്തിലുള്ള ഉപകരണങ്ങളുടെ യൂസേജിന്റെ സംഭവങ്ങളും അതിൽ പെടുന്നുണ്ട്. അപ്പൊ അതെല്ലാം ഈ പേഷ്യന്റിനോടൊപ്പം തന്നെ അങ്ങോട്ടേക്ക് മറ്റൊരു പ്ലേസിലേക്ക് പോകുമ്പോഴും കൊണ്ടുപോകണം എന്നുള്ളത്. നമുക്ക് നേരത്തെ പറഞ്ഞ മാതിരി എക്സ്റ്റേണൽ കെയർ ഫെസിലിറ്റി ഉണ്ട് അല്ലെ. നമ്മൾ ഇത് പറഞ്ഞത് ഇന്റേണൽ കെയർ ഫെസിലിറ്റീസിനെയാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് എക്സ്റ്റേണൽ കെയർ ഫെസിലിറ്റീസ്, ശുശ്രൂഷ അല്ലെ, പുറത്തെ ശുശ്രൂഷകളുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോകേണ്ട അവസ്ഥകൾ വരുമ്പോൾ അല്ലെ, പുറത്തേക്ക് ചിലപ്പോൾ ട്രീറ്റ്മെന്റ് ഒക്കെ ഇച്ചിരി കൂടി നടന്ന് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സൗകര്യം കുറയുന്നത് കൊണ്ട് എളുപ്പത്തിലൊക്കെ ഡോക്ടേഴ്സ് പറയുകയാണ് മറ്റൊരു പ്ലേസിലേക്ക് കൊണ്ടുപോകണമെന്ന് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യം, വിപുലീയമായ പരിചരണവുമായി ബന്ധപ്പെട്ട കാര്യം നോക്കാം. മേക്ക് ഷുവർ ദാറ്റ് ദ പേഷ്യൻസ് ഫിസിഷ്യൻ ഹാസ് റിട്ടൺ ദ ട്രാൻസ്ഫർ ഓർഡർ ഓൺ ഹിസ് ചാർട്ട് ആൻഡ് ഹാസ് കംപ്ലീറ്റഡ് ദ സ്പെസിഫിക് ട്രാൻസ്ഫർ ഫോം. അതായത് നമ്മള് പുറത്തേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഫോം ഉണ്ടാവും അല്ലെ. അത് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം ഡോക്ടറിന്റെ റിട്ടൺ ആയിട്ടുള്ള ഡിക്ലറേഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് പുറത്തേക്ക് പേഷ്യന്റിനെയും കൊണ്ട് പോകാനായിട്ട് സാധിക്കുക. അപ്പൊ അത് തന്നെ പറയുന്നത് മേക്ക് ഷുവർ, ഉറപ്പുവരുത്തുക ദാറ്റ് പേഷ്യൻസ് ഫിസിഷ്യൻ ഹാസ് റിട്ടൺ ദ ട്രാൻസ്ഫർ ഓർഡർ. ആ ട്രാൻസ്ഫർ ഓർഡർ എഴുതിയിട്ടുണ്ട്, അതെല്ലാം കംപ്ലീറ്റഡ് ആണ് എന്നുള്ളതല്ല, ആ പ്രത്യേക ഫോം ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഫില്ലപ്പ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. This form should consist of the patient's diagnostic care summary, drug regimen and special care instructions such as diet and physiotherapy. അതായത് നമ്മളിപ്പോ ആ ഫോമുകളൊക്കെ ചെയ്യുമ്പോൾ അല്ലെ, ആ ഫോമിനോടൊപ്പം തന്നെ കുറെ കാര്യങ്ങളെല്ലാം അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അതായത് ഡയഗ്നോസ്റ്റിക്കുമായി ബന്ധപ്പെട്ട രോഗനിർണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ഉള്ളടക്കം ഉണ്ടാകും. ഡ്രഗ് അല്ലെ, എന്തൊക്കെ മരുന്നുകളൊക്കെയാണ് അത് കൈകാര്യം ചെയ്യുന്നത്, സ്പെഷ്യൽ കെയർ ആയിട്ടുള്ള എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് അറിയാം ഒരു ഡയബറ്റിക് പേഷ്യന്റ് ഒക്കെ ആണെങ്കിൽ അത് അവർ കൃത്യമായിട്ട് നോട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലെ. അല്ലെങ്കിൽ മെഡിസിൻസ് ഒക്കെ കൊടുക്കുമ്പോൾ ചില അലർജി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിലൊക്കെ അത് സ്പെസിഫൈ ചെയ്ത് തന്നെ അവര് ഇൻസ്ട്രക്ഷനിലേക്ക് കൊടുത്തിട്ടുണ്ടാകും. പിന്നെ സജസ്റ്റ് ഡയറ്റ് ആൻഡ് ഫിസിയോതെറാപ്പി,
കേസ് ഭക്ഷണക്രമത്തിൽ എന്തെങ്കിലുമൊക്കെ വരുത്തിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫിസിയോതെറാപ്പി, ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും ഫിസിയോതെറാപ്പി ഒക്കെ ഇവർ കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം ആ ഒരു സമ്മറിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും. അപ്പൊ ഇതെല്ലാം കൃത്യമായിട്ട് അല്ലെ അത് ഉണ്ടായിട്ട് വേണം മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട്. Then എന്താണ് completing the nursing summary that includes the patient's assessment, progress, needed nursing treatments, and special needs to make sure the continuity of care. അദ്ദേഹം തന്നെ പറയുന്നത് ഇതിപ്പോ ഡോക്ടേഴ്സിന്റെ കുറച്ച് കാര്യങ്ങളാണ് അല്ലെ. ഇത് മാത്രമല്ല തന്നെ നഴ്സുമാരുടെ അവര് അല്ലെ ഈ രോഗിയെ സെർവ് ചെയ്തതിന്റെ പരിചരിച്ചതിന്റെ കുറെ കാര്യങ്ങളൊക്കെ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. അവര് പേഷ്യന്റിന്റെ ആ വിലയിരുത്തല്, അതോടൊപ്പം തന്നെ എന്തെങ്കിലുമൊക്കെ പുരോഗതികളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന മെഡിസിൻസ് കൊടുത്തപ്പോൾ അല്ലെ വന്ന് അഡ്മിഷൻ എടുത്തപ്പോൾ ഇങ്ങനെയായിരുന്നു, ഇന്ന മെഡിസിൻസ് ഒക്കെ കൊടുത്തപ്പോൾ ഇത്ര റിയാക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു, പിന്നെ എന്തെങ്കിലുമൊക്കെ കൂടുതൽ കെയർ ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ അവര് ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും. അതോടൊപ്പം തന്നെ അല്ലെ സ്പെഷ്യൽ ആയിട്ട് ഇവരെ ശ്രദ്ധിക്കും. ചിലപ്പോൾ ആണെങ്കിൽ ഹോസ്പിറ്റൽ ഫെസിലിറ്റീസിന്റെ അഭാവത്തിലായിരിക്കും കൊണ്ടുപോകണമെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സ്പെഷ്യൽ നീഡ്സ് എന്തൊക്കെയൊക്കെ ആണെന്നുള്ളത് കൃത്യമായിട്ട് തന്നെ നോട്ട് ചെയ്തിട്ടുണ്ടാവും. Then to make sure the continuity of care, ഈ രോഗിയുടെ തുടർ ചികിത്സ അത് കണ്ടിന്യൂ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. ടു മേക്ക് ഷുവർ, ഉറപ്പുവരുത്തേണ്ടതുണ്ട് എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം ഉൾപ്പെടുത്തിയാലേ അവരുടെ ആ രോഗാവസ്ഥ അത് പരിഹരിക്കാനായിട്ട് അല്ലെ കുറച്ചുകൊണ്ട് ലഘൂകരിച്ചു കൊണ്ടുവരാനായിട്ട് എന്തൊക്കെ ചികിത്സകൾ കൊടുക്കേണ്ടതുണ്ട്, കണ്ടിന്യൂ ആയിട്ട് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് അതെല്ലാം അത് കൃത്യമായിട്ട് തന്നെ റെക്കോർഡ് ചെയ്ത് കൊണ്ടുപോകേണ്ടതുണ്ട്. അതായത് പേഷ്യന്റിനോടൊപ്പം തന്നെ കൊണ്ടുപോകേണ്ടതുണ്ട്. എന്താണ് സെറ്റിൽമെന്റ് ഓഫ് ഹോസ്പിറ്റൽ ബിൽസ്. അപ്പൊ നമ്മൾ ആദ്യം കണ്ട് ഡോക്ടേഴ്സിൽ നിന്നുള്ള ഒരു കാര്യം, നെക്സ്റ്റ് രോഗിയെ പരിചരിക്കുന്ന നഴ്സുമാരിൽ നിന്നുള്ള റിപ്പോർട്ട്. തേർഡ് വൺ എന്താണ് സെറ്റിൽമെന്റ് ഓഫ് ഹോസ്പിറ്റൽ ബിൽസ് അല്ലെ. ഹോസ്പിറ്റലിലെ അതുവരെയും ചികിത്സയുമായി ബന്ധപ്പെട്ട ബില്ലുകളെല്ലാം പേയ്മെന്റ് ഒക്കെ വരുത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. എന്താണ് റിറ്റെയിൻ വൺ കോപ്പി ഓഫ് ട്രാൻസ്ഫർ ഫോം transfer form and the nursing summary with the patient's chart and pass on the other copies to the receiving facility. അതൊന്ന് നോട്ട് ചെയ്യാം. എന്താണ് വൺ കോപ്പി ഓഫ് ട്രാൻസ്ഫർ ഫോം നമ്മൾ കണ്ടു അല്ലെ. ട്രാൻസ്ഫർ ഫോം സ്പെഷ്യൽ ആയിട്ട് തന്നെ ഫില്ല് ചെയ്യണമെന്ന് പറഞ്ഞു അല്ലെ. ആ ഒരു ഫോമിന്റെ ഒരു കോപ്പി എന്താണ് നഴ്സിംഗിന്റെ അല്ലെ അവരുടെ ഇതിൽ ഉൾപ്പെടുത്തണം. then എന്താണ് അനദർ കോപ്പി, മറ്റൊരു കോപ്പി എന്താണ് റിസീവിംഗ് ഫെസിലിറ്റിക്ക് പാസ് ഓവർ അല്ലെ അത് ഹാൻഡ് ഓവർ ചെയ്യാനായിട്ട് രോഗിയോടൊപ്പം തന്നെ വെക്കേണ്ടതുണ്ട്. റിറ്റെയിൻ വൺ കോപ്പി ഓഫ് ദ ട്രാൻസ്ഫർ ഫോം ആൻഡ് ദ നഴ്സിംഗ് സമ്മറി വിത്ത് ദ പേഷ്യൻസ് ചാർട്ട് ആൻഡ് പാസ് ഓൺ ദ അതർ കോപ്പീസ് ടു ദ റിസീവിംഗ് ഫെസിലിറ്റീസ്. അതാണ് എക്സ്റ്റേണൽ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ലാസ്റ്റ് പോയിന്റ് റിട്ടൈൻ അല്ലെ. അതായത് നമ്മളിപ്പോ കൈകാര്യം ചെയ്ത ഒരു പകർപ്പ്, നമ്മളിപ്പോ ട്രീറ്റ്മെന്റ് ചെയ്തതിന്റെ ഒരു സമ്മറി റിപ്പോർട്ട്, അതിന്റെ ഒരു കോപ്പി അല്ലെ അത് രോഗിയുടെ ചാർട്ടിനോടൊപ്പം നമുക്കറിയാലേ പുതിയൊരു ഹോസ്പിറ്റൽ ഏത് ഹോസ്പിറ്റലാണെങ്കിലും നമ്മുടെ ഒരു പെഡിക്കേറ്റ് ഉണ്ടെങ്കിൽ ആ ഒരു ചാർട്ട് അവിടെ ഫയൽ ഉണ്ടാവും അല്ലെ. നമ്മളെപ്പോ ചെന്നാലും ആ ചാർട്ട് ഫയൽ നമ്മളോടൊപ്പം തന്നെ ഇപ്പൊ നമുക്കറിയാം കമ്പ്യൂട്ടറൈസിലൊക്കെയാണ്. അപ്പൊ കമ്പ്യൂട്ടറിലായിരിക്കും അല്ലെ. പഴയ ഒരു മെത്തേഡ് അനുസരിച്ചിട്ടാണ് ആ ചാർട്ടിന്റെ ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അപ്പൊ നോക്കാം, അതിന്റെ ഒരു കോപ്പി തീർച്ചയായിട്ടും ഇവരോടൊപ്പം വെക്കണം. മറ്റൊരു കോപ്പി അതിന്റെ സമ്മറി അല്ലെ ഈ ഒരു ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ട നഴ്സിംഗ് സമ്മറിയുടെ മറ്റൊരു കോപ്പി എവിടേക്ക് കൊണ്ടുപോകണം എന്ന് പറയുന്നത് രോഗിയോടൊപ്പം റിസീവിംഗ് ഫെസിലിറ്റീസ് എവിടെയാണോ രോഗിയെ ട്രാൻസ്ഫർ ചെയ്യാൻ കൊണ്ടുപോകുന്നത് അവിടേക്ക് ഈ രോഗിയോടൊപ്പം തന്നെ കൊണ്ടുപോകണമെന്ന് സ്വീകരിക്കുന്ന സ്ഥാപനത്തിലേക്ക് കൈമാറ്റം ചെയ്യുക എന്നുള്ളത്. കിട്ടിയോ? ആണോ?
നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. കൂടുതൽ എടുത്തു പോയോ? ട്രാൻസ്ഫർ ഓപ്പറേഷന്റെ നമുക്ക് അറിയാവുന്നതാണ് അല്ലെ, ഹോസ്പിറ്റലിലെ ഉള്ളിൽ തന്നെയുള്ള അതും പുറത്തേക്കൊക്കെ പേഷ്യന്റിന്റെ നിലവാരം അനുസരിച്ചിട്ടുള്ളതാണ്. then അതിന്റെ പർപ്പസ് എന്നുള്ളത് എന്താന്നുള്ളത് ജസ്റ്റ് അറിയാവുന്ന കാര്യം തന്നെയാണ് അല്ലെ. കൂടുതൽ കെയർ കിട്ടാൻ വേണ്ടിയിട്ട് ടൈപ്സ് ഓഫ് പേഷ്യൻസ് നമുക്ക് മനസ്സിലായി. ട്രാൻസ്ഫർ വിതിൻ ദ ഹോസ്പിറ്റലിലുള്ള കാര്യങ്ങൾ അങ്ങനെ വരികയാണ്, ഹോസ്പിറ്റലിനുള്ളിൽ തന്നെ എന്തെങ്കിലും ട്രാൻസ്ഫർ വരികയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളെല്ലാം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെല്ലാം ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേമാതിരി തന്നെ എക്യുപ്മെന്റ്സിന്റെ കാര്യം അത് ഉള്ളിൽ തന്നെയാണെങ്കിലും അവരോടൊപ്പം ഒന്നിച്ചുകൊണ്ട് പോയത് എന്തൊക്കെയാണോ അതൊക്കെ പറയുന്നു. പിന്നെ ട്രാൻസ്ഫർ എക്സ്റ്റേണൽ കെയർ, അതായത് പുറത്തേക്ക് നമ്മൾ ഫെസിലിറ്റി എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടെങ്കിൽ പുറത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. ആ ഒരു ഭാഗം കൂടി നമുക്ക് എടുക്കാലോ. ഇപ്പൊ ചെറിയൊരു ഇതെടുക്കാം, നമുക്ക് നോക്കാം. കീ എലമെന്റ്സ് ഫോർ ട്രാൻസ്ഫർ ഓഫ് ക്രിട്ടിക്കലി ഇൽ പേഷ്യന്റ്. ക്രിട്ടിക്കലി ഇൽ പേഷ്യന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ക്രിട്ടിക്കലി ഇൽ പേഷ്യന്റ് എന്ന് പറയുമ്പോൾ രോഗമുള്ള വ്യക്തിയാണ്, കുറച്ചും കൂടി സീരിയസ് ആണ്. ഓക്കെ, വെരി ഗുഡ്. ക്രിട്ടിക്കൽ ആണ് അല്ലെ, നമുക്ക് ഇച്ചിരി സീരിയസ് ആയിട്ടുള്ള അവസ്ഥയിൽ ഈ പേഷ്യന്റിനെ കൊണ്ടുപോകേണ്ടി വരുമ്പോൾ നമ്മൾ നേരത്തെ അത്രയും സ്പെഷ്യൽ ആയിട്ട് നമ്മൾ പഠിച്ചില്ല. ഒരു ട്രാൻസ്ഫർ എന്താണെന്നുള്ള കാര്യം അല്ലെ, പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യം ഡിസ്കസ് ചെയ്തു. ഇവിടെ എന്താണ് ഒരു ക്രിട്ടിക്കൽ ആയിട്ട് അല്ലെ, സീരിയസ് ആയിട്ട് വരുന്ന ഒരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥ. അതുമായി ബന്ധപ്പെട്ട് പല പോയിന്റ്സുകളുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ഡിസിഷൻ ടു ട്രാൻസ്ഫർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെ, ഒരു തീരുമാനം എടുക്കേണ്ടതുണ്ട്. പിന്നെന്താണ് അങ്ങനെ ഒരു ഈ വരെയുള്ള പോയിന്റ്സ്. ശരിക്കും പറഞ്ഞാൽ ഈ ചാപ്റ്റർ അവസാനിക്കുന്നത് ഈ ഒരു പോയിന്റ്സിനോട് കൂടി മാത്രമാണ്. പിന്നെ ഒരു ഡോക്യുമെന്റേഷൻ മാത്രമാണ് അഡീഷണൽ ആയിട്ട് വരുന്നത്. ഇതിൽ എന്താണ് ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഈ പേഷ്യന്റിനെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ള മോസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ അത് ശ്രദ്ധയോടുകൂടി, അതായത് ഇച്ചിരി കൂടി നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കേണ്ടി വരും അല്ലെ. ചിലപ്പോൾ അങ്ങനെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യന്റ് ആയതുകൊണ്ട് ചിലപ്പോൾ കൊണ്ടുപോകുന്ന സമയത്ത് ചിലപ്പോൾ അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ അവിടെ എടുക്കേണ്ട തീരുമാനത്തിനൊക്കെ ഭയങ്കര ഒരു സമയം അല്ലെ, ആ സമയത്ത് എടുക്കുന്ന തീരുമാനത്തിന് ഭയങ്കര വിലപ്പെട്ട കാര്യമാണ് അല്ലെ. ചിലപ്പോൾ ഫിനാൻഷ്യലി കുറച്ചും കൂടി ബുദ്ധിമുട്ടാണെങ്കിലും ചിലപ്പോൾ രോഗി മെച്ചപ്പെടാനും അല്ലെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനൊക്കെ സാധിക്കും. ചിലപ്പോൾ എന്താണ് ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ അതോടുകൂടി ചിലപ്പോൾ രോഗിയുടെ ആ ഒരു ജീവൻ നഷ്ടപ്പെടാനും സാധ്യതയൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ടായിരിക്കണം കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട് അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ടാണ് ഫസ്റ്റ് ഇതെന്ന് പറയുന്നത് ഡിസിഷൻ, ഒരു തീരുമാനം എടുക്കുക എന്നുള്ളത്. ഡിസിഷൻ ടു ട്രാൻസ്ഫർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അതായത് നല്ലൊരു ആശയവിനിമയം നടത്തിയിട്ടാണ് ഒരു തീരുമാനം എടുക്കാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. ഡോക്ടറിനും പേഷ്യന്റിന്റെ റിലേറ്റീവ്സ് ഒക്കെ ആയിട്ട് നല്ലൊരു തീരുമാനം അവര് തമ്മിൽ പരസ്പരം സംസാരിച്ചുറപ്പിച്ചു ആയിട്ടാണ് നല്ല തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പൊ ആ തീരുമാനവുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് പോയിന്റ്സ് നോക്കാം. ദ ഡിസിഷൻ ടു ഷിഫ്റ്റ് ദ പേഷ്യന്റ് ഈസ് ഇമ്പോർട്ടന്റ്. Vulnerability of exposure of the patient and the staff to extra risk and extra expense for the relatives and the hospital. എന്താണ് വൾനറബിലിറ്റീസ് എന്ന് പറയുന്നത്? ഒരു ദുർബലമായ ഒരു അവസ്ഥയാണ് അല്ലെ. ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് പേഷ്യന്റിനെ സംബന്ധിച്ചും ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള അവസ്ഥയല്ല അല്ലെ, തൃപ്തികരമായ അവസ്ഥയല്ല. അവർക്ക് എന്ത് തീരുമാനം എടുക്കണം എന്നുള്ള ഒരു പ്രോബ്ലം ഉണ്ടാവുന്ന ഒരു അവസ്ഥയാണ് അല്ലെ. അത് നല്ലൊരു സമ്പർക്കത്തിൽ കൂടെ മാത്രമാണ് അല്ലെ പേഷ്യന്റിനും ഡോക്ടേഴ്സിനും അല്ലെ അവരെ പരിശീലിക്കുന്നവരും തമ്മിൽ എക്സ്പോഷർ എന്ന് പറയുമ്പോൾ നല്ലൊരു സമ്പർക്കത്തിലൂടെയാണ് അവരുടെ ആ ദുർബലാവസ്ഥയിൽ നിന്ന് നല്ല തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സാധിക്കും അല്ലെ. The decision to shift the patient is important. Vulnerabilities offer exposure of the patient and the staff to extra risk and extra expense for the relatives and the hospital. അങ്ങനെ എടുക്കണമെങ്കിൽ എന്താണ് ഒരു എക്സ്ട്രാ റിസ്ക് അല്ലെ പേഷ്യന്റിന്റെ റിലേറ്റീവ്സിന്റെ ഭാഗത്തു നിന്നും എടുക്കണം.
ഡോക്ടേഴ്സ് ഇവര് പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറയുന്നതും ഭയങ്കര അല്ലെ, ചിലർക്ക് പറഞ്ഞാൽ ചിലപ്പോൾ കാര്യങ്ങൾ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല അല്ലെ. അപ്പൊ അവരെ പറഞ്ഞ് മനസ്സിലാക്കണം ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്താണ്, ഡിസഡ്വാൻറ്റേജസ് എന്താണ്, അല്ലെങ്കിൽ ഇങ്ങനെ പൈസ മുടക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും ബെറ്ററായ കാര്യങ്ങൾ ഉണ്ടാവോ. ചില പേഷ്യൻസിനോടൊക്കെ ഏജ്ഡ് ആയിട്ടുള്ള പേഷ്യൻസിനൊക്കെ ഡോക്ടേഴ്സ് ചിലപ്പോഴൊക്കെ പറയും നിങ്ങൾ ചിലപ്പോൾ എത്രയും അല്ലെ ഈ ഓപ്പറേഷൻ ഒക്കെ നടത്തിയാൽ കൂടി ചിലപ്പോൾ നമ്മൾ വിചാരിച്ച റിസൾട്ട് കിട്ടണമെന്നില്ല. അങ്ങനെ വരുമ്പോൾ റിലേറ്റീവ്സിനും ഒരു ആശയക്കുഴപ്പമൊക്കെയും അല്ലെ. അപ്പൊ അത് അവര് തമ്മിലുള്ള പറഞ്ഞ ധാരണയിലേക്ക് എത്തേണ്ടതുണ്ടാവും. ചില ഓപ്പറേഷനൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റു സ്ഥാപനങ്ങളിലേക്ക് കൊണ്ടുപോയി ട്രാൻസ്ഫർ ചെയ്ത് അവിടെ ഒരു ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ കൊടുത്താൽ രോഗി ചിലപ്പോൾ ബെറ്റർ ആയിട്ട് വരാം അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെയുള്ളൊരു ഡിസിഷൻ എടുക്കണമെങ്കിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ, നല്ലൊരു അല്ലെ, നല്ലൊരു ദുർബലാവസ്ഥയിലൊക്കെ നല്ലൊരു എക്സ്പെൻസീവ് ആവുന്നതിന്റെ കാര്യവും അല്ലെങ്കിൽ എക്സ്ട്രാ കെയർ കൊടുക്കുന്നതിന്റെ കാര്യമൊക്കെ അതിൽ ഉൾപ്പെടുത്തി തന്നെയായിരിക്കണം ഒരു തീരുമാനം എടുക്കേണ്ടത് എന്നുള്ളത്. അതാണ് ഫസ്റ്റ് പോയിന്റിൽ പറയുന്നത്. അതിൻ്റെതായ എക്സ്ട്രാ റിസ്കുകളും എക്സ്ട്രാ എക്സ്പെൻസുകളും എല്ലാം തന്നെ ബോധ്യമാക്കേണ്ടതുണ്ട്. അതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത് നല്ലൊരു കമ്മ്യൂണിക്കേഷനിലൂടെയാണ് സാധിക്കുന്നത്. ഇനി എന്താണ് ഡിസിഷൻ ടു ട്രാൻസ്ഫർ ദ പേഷ്യന്റ് ഈസ് ഡിസൈഡഡ് ബൈ സീനിയർ കൺസൾട്ടന്റ് ലെവൽ ഡോക്ടർ by way of a discussion with the patient's relatives about the benefits and risks involved. സാധാരണയായിട്ട് നമുക്കറിയാം വലിയ വലിയ ഹോസ്പിറ്റലൊക്കെ ജൂനിയർ ഡോക്ടേഴ്സ് ഒക്കെ ആയിരിക്കട്ടെ ജസ്റ്റ് കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ തുടക്കം തന്നെ പറയുന്നത് അല്ലെ, ഇൻഫോം ചെയ്യുന്നത് ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതാണ് ഇപ്പോഴത്തെ രോഗാവസ്ഥ, ഇതിപ്പോ BP ഇത്രയാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ പ്രഷർ ബ്ലഡിന്റെ ഷുഗർ ലെവൽ ഇത്രയൊക്കെയാണ്, അല്ലെങ്കിൽ ഹാർട്ടിന്റെ ബീറ്റിന്റെ എത്രയാണ്, പൾസിന്റെ റേറ്റ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ മോണിറ്റർ ചെയ്തിട്ട് ജൂനിയർ ഡോക്ടേഴ്സ് ഒക്കെ ആയിരിക്കും ഡിസ്കസ് ഒക്കെ ചെയ്ത് ഒരു കാര്യമൊക്കെ പറയുന്നത്. വീണ്ടും അതിന്റെ സീനിയർ കൺസൾട്ടന്റ് അല്ലെ, അതിന്റെ ഒരു മെയിൻ ഡോക്ടർ വന്നിട്ടാണ് ഈ വീണ്ടും ഒരു ഡിസ്കഷനിലേക്ക് എത്തുകയാണ്. ഇതിന്റെ ബെനിഫിറ്റ്സും അല്ലെ റിസ്കുകളും മറ്റേത് നേരത്തെ നമ്മൾ ജൂനിയർ ഡോക്ടേഴ്സ് ചിലപ്പോൾ അതിന്റെ എന്താ പറയുക എക്സ്പെൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കും. വീണ്ടും സീനിയർ കൺസൾട്ടന്റ് വന്നിട്ടാണ് തീർച്ചയായിട്ടും മറ്റു കാര്യങ്ങൾ അല്ലെ അതിന്റെ ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ഇഷ്യൂയും കൂടി നമുക്കറിയാം. 1-2 പേഴ്സൺസ് ഒക്കെ മനസ്സിലാക്കി കൊടുക്കുമല്ലേ, ആദ്യം മനസ്സിലാക്കി കൊടുക്കും റിലേറ്റീവ്സിന്. പിന്നെ ഫൈനലി എന്താണ് സീനിയർ കൺസൾട്ടന്റ് വന്നിട്ട് വീണ്ടും അവരെ ഒന്നുകൂടെ പറഞ്ഞൊക്കെ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തും. എന്താണ് written and informed consent of a patient relatives along with the reason to transfer is compulsory before the transfer. അതിലെ പ്രധാനമായിട്ട് ഒരു കാര്യമുണ്ട്, നമ്മളിപ്പോ നേരത്തെ പറഞ്ഞു അല്ലെ, ഒരു ഡോക്ടറിന്റെ ഒരു റെക്കോർഡിംഗിൽ ഇത് വേണമെന്ന് പറഞ്ഞ മാതിരി തന്നെ ഇവിടെ വീണ്ടും എന്താണ് ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ അല്ലെ ആ റിലേറ്റീവ്സിന്റെ കൺസെന്റ് എന്ന് പറയുന്ന സമ്മതപത്രം അല്ലെ, കൺസെന്റ് ഫോം അത് കൃത്യമായിട്ട് തന്നെ എഴുതി തയ്യാറാക്കി അവരുടെ സമ്മതം അവര് കൃത്യമായിട്ട് തന്നെ ഫോമിൽ രേഖപ്പെടുത്തിയിരിക്കും. written and informed consent of patient relatives along with the reason to transfer is compulsory before the transfer. ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് എന്താണ് ഇതിന്റെ റീസൺ കൊണ്ടാണ് ഈ വ്യക്തിയെ ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നുള്ളത്, അത് ഇന്നിന്റെ സമ്മതം കൊണ്ട് ഇന്ന രീതിയിൽ ഇതുകൊണ്ടാണ് ഞങ്ങൾ ഈ വ്യക്തിയെ കൊണ്ട് പോകുന്നത് എന്നുള്ളത് റിലേറ്റീവ്സിന്റെ സമ്മതപത്രം അവിടെ കൃത്യമായിട്ട് തന്നെ തിരിച്ചിരിക്കും. നമുക്കറിയാം ഇൻ കേസ് എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ സംഭവിച്ചു തന്നാൽ തന്നെ ഇവിടുത്തെ സമ്മതം കൃത്യമായിട്ട് കിട്ടിയിട്ടാണ് രോഗിയെ പറഞ്ഞിരിക്കുന്നത് അല്ലെ. എന്തെങ്കിലും ലീഗൽ ആക്ഷൻ ഒക്കെ വരാനായിട്ട് ക്രിട്ടിക്കൽ കെയർ ആയിട്ടുള്ള പേഷ്യൻസ് ആയതുകൊണ്ടൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ കൃത്യമായിട്ട് തന്നെ അവർക്ക് അല്ലെ സമ്മതപത്രം കിട്ടിയതിൽ ശേഷം മാത്രമാണ് ഈ ഹോസ്പിറ്റലിൽ നിന്ന് അവരെ പറഞ്ഞേക്കുകയുള്ളൂ. Then എന്താണ് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ ഷിഫ്റ്റിംഗ് ആൻഡ് റിസീവിംഗ് ഫെസിലിറ്റി ഷുഡ് ബി ബൈ sharing of a complete information on the patient's clinical condition, treatment being given, reasons for transfer, method of transfer and timeline of transfer in a written document. നമുക്കറിയാം ഇത് രണ്ട് കുട്ടികളും കൂടി തമ്മിലുള്ള ഇതിലാണ് അല്ലെ, ക്രിട്ടിക്കൽ കെയർ ആയതുകൊണ്ട് തന്നെ ഇത് ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ നമ്മൾ നേരത്തെ കൂടി തീരുമാനിച്ചതിന് ശേഷമൊക്കെയാണ് പറഞ്ഞേക്കുന്നത് അല്ലെ. അപ്പൊ അവര് തമ്മിലൊരു നല്ലൊരു കമ്മ്യൂണിക്കേഷനും കൂടി വരുത്തി തീർക്കുകയാണ്. ഇന്ന സമയത്താണ് നമ്മള് കുട്ടിയെ അല്ലെ ഈ ഒരു പേഷ്യന്റിനെ കൊണ്ടുപോകുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫോർമേഷൻസ് നമ്മൾ നേരത്തെ കണ്ടിരുന്നു അല്ലെ. എക്സ്റ്റേണൽ ട്രാൻസ്ഫർ ആവുമ്പോഴേ എന്തൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുള്ളത് അല്ലെ, പേഷ്യന്റിന്റെ കണ്ടീഷൻസും ട്രീറ്റ്മെന്റുകളും കാര്യങ്ങളും റെക്കോർഡ്സുകളും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മോണിറ്റർ ചെയ്യേണ്ട പേഷ്യൻസും സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും റിട്ടേൺ ഡോക്യുമെന്റ്സ് ഒക്കെ എഴുതി തീർക്കേണ്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെല്ലാം ഈ രോഗിയോടൊപ്പം തന്നെ വഹിച്ച് കൊണ്ടുപോകേണ്ടതുണ്ട്. ഇതാണ് പറയുന്നത് കംപ്ലീറ്റ് ഇൻഫോർമേഷൻ ഓൺ ദ പേഷ്യൻസ് ക്ലിനിക്കൽ കണ്ടീഷൻ
രോഗിയുടെ ആ കണ്ടീഷൻ എന്താണോ, ചികിത്സയുമായി ബന്ധപ്പെട്ട നിലവിലുള്ള കണ്ടീഷൻസും അല്ലെങ്കിൽ തുടക്കത്തിൽ എന്തുണ്ടായ ഹിസ്റ്ററി കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ് ട്രീറ്റ്മെന്റിൽ നിന്ന് മാറ്റങ്ങളൊക്കെ സംഭവിച്ചത്, അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ് അവർ കൊടുത്തത്, റീസൺസ് ഫോർ ദ ട്രാൻസ്ഫർ, പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പൊ ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരുന്നത്, മെത്തേഡ് ഓഫ് ട്രാൻസ്ഫർ, ഏത് രീതിയിലാണ് ഈ രോഗിയെ ട്രാൻസ്ഫർ ചെയ്യുന്നത്, അത് ലാൻഡ് ട്രാൻസ്പോർട്ട് ആണോ എയർ ട്രാൻസ്പോർട്ട് ആണോ, ആൻഡ് ടൈം ലൈൻ ഓഫ് ട്രാൻസ്ഫർ, എപ്പോഴാണ് ഇവിടുന്ന് രോഗിയെ കൊണ്ടുപോകുന്ന ടൈം, അതൊക്കെ കൃത്യമായിട്ട് തന്നെ രേഖപ്പെടുത്തിയിട്ട് ശേഷം മാത്രമാണ് രോഗിയെ മറ്റ് പ്ലേസിലേക്ക് പറഞ്ഞേക്കുകയുള്ളൂ എന്ന്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ ഡിസിഷൻ എടുക്കുകയാണ്. ഡിസിഷൻ എങ്ങനെ എടുക്കണേ എന്നുള്ളത് ഒന്ന് ആദ്യം തന്നെ ഒരു അല്ലെ റിലേറ്റീവ്സിനൊക്കെ എക്സ്പെൻസും കാര്യങ്ങളും അല്ലെങ്കിൽ എക്സ്ട്രാ റിസ്കും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യമാക്കുന്നുണ്ട്. പിന്നെ സീനിയർ കൺസൾട്ടന്റ് വന്ന് വീണ്ടും അതിലെ ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ട്രീറ്റ്മെന്റിന് കൊണ്ടുപോകുമ്പോഴുണ്ടാവുന്ന ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. വീണ്ടും എന്താണ് കൺസേന്റ് മേടിക്കുന്നുണ്ട് അല്ലെ, അവിടെ റിലേറ്റീവ് നിന്ന് കൺസേന്റ് ലെറ്റർ, അവര് സമ്മതപത്രം മേടിക്കുന്നുണ്ട്. വീണ്ടും എന്താണ് ഈ ഒരു ഫെസിലിറ്റി, എല്ലാ കാര്യങ്ങളും റെക്കോർഡ്സും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് ആ ടൈം വരെ രേഖപ്പെടുത്തിയതിനു ശേഷം മാത്രമാണ് ഈ രോഗിയെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക്, മറ്റൊരു ഫെസിലിറ്റി ഉള്ള പ്ലേസിലേക്ക് പറഞ്ഞയക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? വായിച്ചു നോക്കാം. ഓക്കെ, ക്ലിയർ ആണ്. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഞാൻ അൺമ്യൂട്ട് ആക്കിയിട്ടുണ്ട്. എല്ലാം ക്ലിയർ ആണ്. അടുത്ത ഭാഗം എന്തായാലും നമുക്ക് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോ അടുത്ത ഭാഗം എന്തായാലും നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ചോദിക്കാം, പഠിപ്പിക്കാം. ഇന്ന് എടുത്തോടത്തോളം വരെ ജസ്റ്റ് ഒന്ന് വായിക്കാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. മിസ്സേ പറഞ്ഞോളൂ. മിസ്സേ ട്രാൻസ്ഫർ ടു ആൻ എക്സ്റ്റെൻഡ് കെയർ ഫെസിലിറ്റിയിലെ ലാസ്റ്റ് പോയിന്റ് മിസ് കറക്ഷൻ പറഞ്ഞില്ലായിരുന്നു, അതെന്താണെന്നൊന്ന് പറയാവോ? എന്തിന്റെ? റീറ്റെയിൻ 1 copy of the transfer. Make a arrangement to pay off due bills if going to another hospital. അല്ല, നമ്മളിപ്പോ ഇത്രയും in the ഫെസിലിറ്റിയിലാണല്ലോ. If going to another department of the hospital, അങ്ങനെയാക്കി. അവിടെയല്ല, സെക്കൻഡില് ട്രാൻസ്ഫർ ടു ആൻ എക്സ്റ്റെൻഡ് കെയർ ഫെസിലിറ്റി, അവിടെ കറക്ഷൻ പറഞ്ഞായിരുന്നു. കീ എലമെന്റ്സിന്റെ തൊട്ട് മുകളില്. എലമെന്റ്സിന്റെ തൊട്ട് മുകളില് റീറ്റ് ലാസ്റ്റ് പോയിന്റ്. ഓക്കെ, ഫോം ഉണ്ട്. Retain one copy of the transfer form, FOR. ഓക്കെ, താങ്ക് യു മിസ്. അത് തന്നെ ആ ഒരു മോഡലും ഉണ്ട് കേട്ടോ. അവിടെ ഒരു ഫ്രം കാണിച്ചിട്ടുണ്ട്. സ്പെഷ്യൽ ട്രാൻസ്ഫർ ഫ്രം എന്നല്ല, സ്പെഷ്യൽ ട്രാൻസ്ഫർ ഫോം. ഫോമുകളൊന്ന് സ്പെല്ലിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കിടക്കുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഫസ്റ്റില് ഒരു ഡൗട്ട് ഉണ്ടായിരുന്ന ഇൻട്രാ ആൻഡ് ഇന്റർവ്യൂ അല്ലെ, അതിന്റെ ഒരു ഡൗട്ട്. അതൊരു ലാറ്റിൻ വേർഡാണ് ഇൻട്രാ എന്നുള്ളത്. അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്തത്. ഞാൻ എവിടെയോ ഇത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് നോക്കിയതാണ്. അത് സെയിം മീനിങ് തന്നെയാണ് കേട്ടോ. ഇൻട്രാ ആൻഡ് ഇന്റർ എന്നുള്ളത് സെയിം മീനിങ് തന്നെയാണ്. അതൊരു ലാറ്റിൻ വേർഡാണ് ഇൻട്രാ എന്നുള്ളത്. ക്ലിയർ ആയോ? Yes, ma'am.
പിന്നെ ഇനി എന്തെങ്കിലും ഡൗട്ടുകള്? No, ma'am. ഈ ക്ലാസ് ക്ലിയർ. ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അതിന്റെ കണ്ടിന്യൂവേഷൻ എടുക്കാം. ഇത് സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്, പക്ഷെ ഇനിയുള്ള ക്വസ്റ്റ്യൻ ഇച്ചിരി നമുക്ക് മനസ്സിലാക്കി പോകാനുണ്ട്. കുറച്ച് പുതിയ വേർഡുകളൊക്കെ ആയതുകൊണ്ട് കുറച്ചും കൂടി എന്നാലും എന്താ പറയുക, ഹ്യൂമൻ റിസോഴ്സിനേക്കാളും ഈസിയാണ്. നമുക്കപ്പോ എളുപ്പത്തിൽ കവർ ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു. Thank you, ma'am.